تأمل صنعة الباري وقل سبحان باريها. تأمل صنعة الباري وقل سبحان باريها. هنا ليل وأقمار، هنا شمس وأنوار. هنا ليل وأقمار، هنا شمس وأنوار. تأمل صنعة الباري. تأمل صنعة الباري وقل سبحان باريها. تأمل صنعة الباري وقل سبحان باريها. هنا سحب وأمطار، هنا بحر وأنهار. 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 تأمل صنعة الباري. تأمل صنعة الباري وقل سبحان باريها. تأمل صنعة الباري وقل سبحان باريها. هنا ليل وأقمار، هنا شمس وأنوار. هنا ليل وأقمار، هنا شمس وأنوار. تأمل صنعة الباري. هنا روض وأزهار وأوراق وأثمار. هنا روض وأزهار وأوراق وأثمار. هنا نحل وأطيار وآصال وأسحار. هنا نحل وأطيار وآصال എത്രയെത്ര ദർഗകൾ പൊളിക്കപ്പെട്ടു. സന്തോഷാ ഞങ്ങൾ കയ്യിൽ അക്കാര്യത്തിൽ. ഇനി മാത്രമല്ല, ഞാൻ നിങ്ങളുടെ മുമ്പിൽ കുറച്ച് എന്നെ കുറിച്ച് നിങ്ങൾക്ക് എന്ത് വിചാരം ഉണ്ടായാലും എനിക്ക് ഒരു കുഴപ്പമില്ല. അതിന്റെ പേരിൽ ഇനി ഒരു 150 ഫോൺ വന്നാലും ചെവിയിൽ എന്തെങ്കിലും ഒന്ന് കുത്തി ഞാൻ അറ്റൻഡ് ചെയ്തോളാം, കുഴപ്പമില്ല. എന്നാലും ഞാൻ പറയാം, ഈ ഗുജറാത്തിൽ മുസ്ലിങ്ങളോട് ഇവിടുത്തെ ആളുകൾ കാണിച്ച തോന്നിയാസം. നരേന്ദ്രമോദി, അയാൾ നരേന്ദ്രമോദി തന്നെ, അയാൾ നരഭോജിയാണ്. മനുഷ്യന്റെ രക്തം കാണാൻ ഇത്രയേറെ കൊതിച്ച ഒരു മുഖ്യമന്ത്രി ഇന്ത്യയുടെ ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ടോ എന്ന് പരിശോധിക്കേണ്ടതാ. നമ്മൾ വളരെ ഗൗരവമായി ആലോചിക്കേണ്ടതാണ്. അവിടുത്തെ ഗർഭിണികളായ സ്ത്രീകളുടെ ഗർഭപാത്രം പിളർന്ന് പിഞ്ചു പൈതങ്ങളെ തൃശൂലത്തിൽ കുത്തിയിട്ട് കൊന്നുകളഞ്ഞില്ലേ ഈ സമുദായം? ആരാത് പൊറുക്കുക? മനുഷ്യാക അരുത് കാട്ടാള എന്ന് ഭാരതജന്റെ കൂടെ തമസാ നദിയുടെ തീരത്ത് പോയ വാൽമീകി രാമായണത്തിന്റെ വിധിവൃത്തം അതായിരുന്നു അല്ലേ? കാട്ടിൽ പോകാൻ ശ്രീരാമനോട് പറഞ്ഞപ്പോ ശ്രീരാമന്റെ അനുജനായ ലക്ഷ്മണന് കോപം വന്നു. ലക്ഷ്മണൻ അരയിൽ നിന്ന് വാളൂരിയിട്ട് ലക്ഷ്മണൻ പറഞ്ഞു, ഞാൻ കാമവിവശനായ എന്റെ അച്ഛനെ കൊല്ലും. അപ്പൊ ശ്രീരാമൻ ചിത്രകൂടത്തിൽ വന്ന് പറഞ്ഞു, വത്സാ സൗമിത്രേ, കുമാരാ നീ കേൾക്കണം, മത്സരാദ്യം വെടിഞ്ഞെന്നുട വാക്കുകൾ, സംസാരകാരണിയായത് വിദ്യയും സംസാരനാശിനി ആയത് വിദ്യയും. നിന്നെ ഇങ്ങനെയൊക്കെ പറയിപ്പിച്ച നിന്റെ അറിവില്ലായ്മയാണ്. അച്ഛനെ കൊല്ലും, അതൊക്കെ ഫാസിസമാണ്. അരെ, എന്നിട്ട് അദ്ദേഹം പഠിപ്പിച്ചു കൊടുത്തെന്ത്? പാന്തർപ്പെരുവഴി അമ്പലം തന്നിലെ താന്തരായി കൂടി വിയോഗം വരും പോലെ നാദ്യാമൊഴുകുന്ന കാട്ടങ്ങൾ പോലെയും എത്രയും ചഞ്ചലമായ സംഗമം. ചക്ഷുശ്രവണകളസ്തമാം ദർദുരം ഭക്ഷണത്തിനപേക്ഷിക്കുന്നപ്പോൾ കാലാഹിന പരിഗ്രസ്തമാം ലോകം ആലോല ചേതസാ ഭോഗങ്ങൾ തേടുന്നു. ഭോഗങ്ങൾ തേടുന്നു. പാമ്പിന്റെ വായിൽ അകപ്പെട്ട തവള പിന്നെയും വണ്ടിനും പ്രാണിക്കും നാവ് നീട്ടുന്ന പോലെ കാലാഹിന പരിഗ്രസ്തമാം ലോകം. കാലമാകുന്ന പാമ്പിന്റെ വായിലാ ലക്ഷ്മണ പിന്നെ എന്ത് രാജാധികാരം? ആ രാജാധികാരത്തിന് വേണ്ടി ബാബരി മസ്ജിദ് പൊളിച്ചവർ ഇന്നെങ്ങാനും ശ്രീരാമൻ ഇന്ത്യയിൽ തിരിച്ചു വന്നാൽ ആദ്യമായി പിരിച്ചുവിടുന്ന സംഘടന RSSഉം ശിവസേനയെയും. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്നെങ്ങാനും തിരിച്ചു വന്നാൽ ആദ്യമായി പിരിച്ചുവിടുന്ന സംഘടനയിൽ ഒന്ന് സിമി ഉണ്ടാവും, പിന്നെ അതിനെ ബീജാഭാവമാക്കിയ ജമാഅത്തെ ഇസ്ലാമി എന്ന് പറഞ്ഞ സംഘടന, ശേഷം ബാക്കിയുള്ള സംഘടന. ഞാൻ വളരെ ഗൗരവമായി പറയും, റസൂല് പഠിപ്പിച്ച, നിങ്ങൾക്കറിയാലോ, ഒരൊട്ടകത്തെ നിങ്ങളറിയോ? ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ ഒരൊട്ടകത്തിന്റെ കയറും പിടിച്ചു പോകുമ്പോ ഒട്ടകം ചെറുതായിട്ടൊന്നങ്ങ് തിന്നു. ആയിഷ ബീവി ഒട്ടകത്തിന്റെ കയറൊരൽപ്പം വേഗതയിൽ വലിച്ചപ്പോ ആയിഷ, ആ മിണ്ടാ പ്രാണിയോടൊരൽപ്പം കരുണ കാണിക്കണേ ആയിഷ എന്ന് പഠിപ്പിച്ച മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റി പറയുമ്പോ നമുക്ക് 100 നാവുണ്ടാവണം. ആ നബി നമുക്ക് മാതൃകയാണ് അല്ലേ? ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ അനുയായികളുടെ കൂടെ ഇങ്ങനെ ഇരിക്കുന്നു.
അനുയായികളുടെ കൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇരിക്കുക. ഈ അനുയായികളുടെ കൂടെ ഇരിക്കുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്നിധിയിൽ ഒരു സ്ത്രീ വന്നു. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഒരു പക്ഷേ കഥ. ഒരു കയ്യിൽ ഒരു കൊല മുന്തിരിയുമുണ്ട്. കയ്യിൽ ഒരു കൊല മുന്തിരിയുമായിട്ടാണ് ആ സ്ത്രീയുടെ വരവ്. എന്നിട്ട് പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, ഒരുപാട് കാലത്തിന്റെ മോഹത്തിന്റെ പൂർത്തീകരണം, അങ്ങ് എന്റെ കയ്യിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് വാങ്ങി അതിലെ ഒരു മുന്തിരി എടുത്ത് വായിലിട്ടു. പ്രവാചകൻ കഴിച്ചു. വീണ്ടും ഒരു മുന്തിരി എടുത്തു. അങ്ങനെ ഓരോന്നും പ്രവാചകൻ കഴിച്ചുകൊണ്ടേയിരുന്നു. സഹാബികൾക്ക് അത്ഭുതമായി. കാരണം എന്തൊരു വസ്തു കിട്ടിയാലും ഷെയർ ചെയ്യുന്ന, അനുയായികൾക്ക് വിതരണം ചെയ്യുന്ന റസൂല് അത് കൊടുക്കുന്നില്ല. എല്ലാം കഴിഞ്ഞ് ഈ നിന്ന സ്ത്രീ സമാധാനത്തിലും ധന്യതയിലും നബി അത് കഴിച്ചല്ലോ എന്ന സന്തോഷത്തിലും ആനന്ദതുന്തിലമായ മനസ്സുമായി മടങ്ങിപ്പോയി. അനുയായികൾ ചോദിച്ചു, അങ്ങൊന്ന് എന്തൊന്ന് നൽകുകയാണെങ്കിലും അത് ഞങ്ങൾക്ക് തന്നിരുന്നുവല്ലോ പ്രവാചക, എന്തു പറ്റി ഞങ്ങൾക്ക് എന്ന് ചോദിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എന്റെ പ്രിയമുള്ള സഹാബത്തെ, നിങ്ങൾക്കറിയുമോ കഥ? അതിലാദ്യത്തെ മുന്തിരി താൻ വായിലിട്ടപ്പോൾ തന്നെ ശക്തമായ പുളിയായിരുന്നു. അതിലെ ഏതെങ്കിലും ഒരു മുന്തിരി ഞാൻ നിങ്ങളുടെ കൈവശം തന്നിരുന്നുവെങ്കിൽ നിങ്ങൾ പറയും, എടീ പെണ്ണെ, നബിക്ക് നീ കൊടുക്കുന്നത് പുളിയുള്ള മുന്തിരിയാണോ പോ എന്ന് പറഞ്ഞിട്ട് ആ സ്ത്രീയുടെ മനസ്സെങ്ങാനും വേദനിച്ചാൽ അത് താങ്ങാനുള്ള കരുത്ത് ഈ പ്രവാചകനില്ല. ലഖദ് ജാഅക്കും റസൂലും മിൻ അൻഫുസിക്കും അസീസുൻ അലൈഹി മാ അനിത്തും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീൻ എന്ന് സൂറത്ത് തൗബയിലെ 128 പറഞ്ഞ, നിങ്ങൾക്ക് എന്തെങ്കിലും ഒന്നുണ്ടാകെ പ്രയാസപ്പെടുന്ന ആ നബി, ആ റസൂലിന്റെ ജീവിതം അത് ലോകത്തിന് സമ്മാനമായി സമർപ്പിക്കേണ്ടവരാണ് നമ്മൾ. ഇനി പീഡനം ഉണ്ടാവണില്ലേ? മർദ്ദനം ഉണ്ടാവണില്ലേ? അതിന് പ്രതികരിക്കണ്ടേ ഉസ്താദേ എന്ന് ആളുകൾ ചോദിക്കുന്നു. ആ ആളുകളോട് തീർത്തു പറയുന്നു, പീഡനമുണ്ട്. നിങ്ങൾക്കറിയുമോ, ഇറാഖിന്റെ മലമടക്കിൽ ഒരു പിഞ്ചു പൈതൽ, ശരീരത്തിൽ നിന്ന് തൊലിയുരിഞ്ഞു നിൽക്കുന്ന പൊള്ളലേറ്റ ഒരു പൈതൽ, ബോംബിന്റെ ആക്രമണത്തിൽ മാതാപിതാക്കൾ നഷ്ടപ്പെട്ട് ഉറ്റവരും ഉടയവരും നഷ്ടപ്പെട്ട ഒരു പിഞ്ചു പൈതൽ പിച്ച വെച്ച് നടന്നുകൊണ്ടിരുന്നപ്പോൾ വിശന്നു വലഞ്ഞിട്ട് ക്ഷീണിച്ചവശയായ ആ പിഞ്ചു പൈതൽ അമേരിക്കൻ സായിപ്പിന്റെ മുമ്പിലേക്ക് ഒരു പാത്രം ഉയർത്തിയിട്ട് പറഞ്ഞു, എനിക്ക് ഭക്ഷണം ആവശ്യമുണ്ട് എന്ന് പറഞ്ഞപ്പോ, പ്രിയപ്പെട്ടവരെ, ജോർജ് ഡബ്ല്യു ബുഷ് എന്ന് പറയുന്ന ലോകം കണ്ട ഏറ്റവും വലിയ സാത്താൻ, അദ്ദേഹത്തിന്റെ പട്ടാളം ആ പിഞ്ചു പൈതലിന്റെ പാത്രത്തിൽ ബോംബ് കൊണ്ടുപോയി വെച്ചുകൊടുത്തു എന്ന് BBC-യും CNN-ഉം റിപ്പോർട്ട് ചെയ്യുന്നു. സഹോദര, മുസൽമാന്റെ ദുരന്തത്തിന്റെ കഥകളാണ്. വിധവകളാക്കപ്പെട്ട സ്ത്രീകളുടെ ദീനരോധനങ്ങൾ, അനാഥരാക്കപ്പെട്ട മക്കളുടെ, പ്രതീക്ഷകൾ നഷ്ടപ്പെട്ട മക്കളുടെ ദീനരോധനങ്ങൾ, ഇത് ഇക്കാലത്ത് മാത്രമുള്ളതാ? ഏത് കാലത്താ മുസ്ലിങ്ങൾ പീഡിപ്പിക്കപ്പെടാത്തത്? നൂഹ് നബി തൗഹീദ് പറഞ്ഞു വന്ന കാലം പീഡിപ്പിക്കപ്പെട്ടില്ലേ? മർദ്ദിക്കപ്പെട്ടില്ലേ? 950 വർഷം ഒരു ജനതയിൽ നിന്ന് എല്ലാവിധ അക്രമവും ഉണ്ടായില്ലേ? എന്നിട്ട് തിരിച്ചക്രമിച്ചോ? തിരിച്ചു കല്ലെറിഞ്ഞോ? തിരിച്ചു പരിഹസിച്ചോ? ഇന്നി ലക്കും റസൂലുൻ അമീൻ, ഞാൻ നിങ്ങളിലേക്കുള്ള വിശ്വസ്തനായ, ഇന്നി ലക്കും നാസിഹുൻ അമീൻ, ഞാൻ നിങ്ങളിലേക്കുള്ള ഗുണകാംക്ഷകനാണ് എന്ന് പറഞ്ഞ മഹാനായ നൂഹ് നബി 950 വർഷം ക്ഷമിച്ചു നോക്കി. ഭാര്യ പഴിച്ചുപോയി, മകൻ പഴിച്ചുപോയി, ദുഃഖങ്ങൾ മാത്രമായി. നിങ്ങൾ ക്ഷമിക്കണം. നൂഹ് നബിയെ പോലെ 950 വർഷം പ്രബോധനം ചെയ്ത നൂഹ് നബിക്ക് ഭാര്യ ആശ്വാസത്തിനില്ല, മകളാശ്വാസത്തിനില്ല, നാട്ടുകാരാശ്വാസത്തിനില്ല. നാഥ ഖാല റബ്ബി ഇന്നി ദഅഉതു ഖൗമി ലൈലൻ വനഹാറ. നാഥ, രാവെന്ന വ്യത്യാസമില്ല നാഥ, പകലെന്ന വ്യത്യാസമില്ല നാഥ, ചൂടെന്ന വ്യത്യാസമില്ല നാഥ, മഴയെന്ന വ്യത്യാസമില്ല നാഥ, ബഹ്റൈനെന്നോ കേരളമെന്നോ വ്യത്യാസമില്ല നാഥ, ഹിന്ദുവെന്നോ മുസ്ലിമെന്നോ സുന്നിയെന്നോ വ്യത്യാസമില്ല നാഥ. ഞങ്ങൾ ജമാഅത്തിന്റെ ഓഫീസിൽ കയറി ചെന്നു, ഞങ്ങൾ സുന്നികളുടെ ഓഫീസിൽ കയറി ചെന്നു, ഞങ്ങൾ LDF-ന്റെ ഓഫീസിൽ കയറി ചെന്നു, ഞങ്ങൾ കേരളത്തിലെ ഇവിടുത്തെ അമുസ്ലിങ്ങളുടെ സംഘടനയിൽ കയറി ചെന്നു, കേരള സമാജത്തിൽ കയറി ചെന്നു, ഞങ്ങൾ പാകിസ്ഥാൻ ക്ലബിൽ കയറി ചെന്നു. നാഥ, ഈ ദൗത്യം ഞങ്ങൾ എത്തിച്ചു എന്ന് പറയാൻ നൂഹ് നബിയുടെ വാദം അതാണ്. എന്നിട്ട് നൂഹ് നബി പറയുന്നു, ഫലം യസിദുഹും ദുആഇ ഇല്ലാ ഫിറാറ, ഞാൻ അങ്ങനൊക്കെ വിളിച്ചെങ്കിലും അവർ ഓടിപ്പോക്ക് വർദ്ധിപ്പിച്ചു. സഹോദര, നൂഹ് നബി അനുഭവിച്ച ത്യാഗത്തിന്റെ എന്താ ഞാനും നിങ്ങളും അനുഭവിച്ചത്? സഹോദര, മഹാനായ പ്രവാചക തിരുമേനി മുഹമ്മദ് മുസ്തഫ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന്റെ കഴുത്തിൽ ഒരാൾ മുണ്ടിട്ട് മുറുക്കി ശ്വാസം മുട്ടി പ്രവാചകന്റെ നാവുകൾ പുറത്തേക്ക് വന്നു. അങ്ങനെ നബിയെ പീഡിപ്പിച്ചു. നിങ്ങൾക്കറിയുമോ, നബിയെ ഒരു മുശ്രിക്ക് ക്ഷണിച്ചു, നബിയുടെ വീട്ടിൽ കൊണ്ടുവന്നു. അവന്റെ ഉപദേശപ്രകാരം, ഒരു ശത്രുവിന്റെ ഉപദേശപ്രകാരം നബിയുടെ മുഖത്തെ അയാൾ ശക്തമായി അടിച്ചു.
നബിയുടെ മുഖത്തേക്ക് അയാൾ കാർക്കിച്ചു തുപ്പി. ലേ, നബിയുടെ മുഖത്ത് വീണ തുപ്പലെങ്ങാനും എന്റെയും നിങ്ങളുടെയും മുഖത്താണെങ്കിൽ ആ തുപ്പിയവന്റെ മുഖമടിച്ചു കൊട്ടുന്ന സമ്പ്രദായമായിരുന്നു നമ്മുടേത്. നിങ്ങൾക്കറിയുമോ, മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു, അല്ലാഹുവേ, മഹാന്മാരായ ഈ സഹാബിമാർക്ക് സമുന്നതമായ സ്വർഗത്തിന്റെ സ്ഥാനം നീ നൽകണേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നു. അലി ഇബ്നു അബീ ത്വാലിബ് യുദ്ധമുഖത്ത് ശത്രുവിനെ മലർത്തിക്കിടത്തി. പ്രിയപ്പെട്ടവരെ, ശത്രുവിനെ മലർത്തിക്കിടത്തി അദ്ദേഹം അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് ഓളവാങ്ങിയപ്പോ മലന്നു കിടന്ന ശത്രു മുഖത്തേക്ക് കാർക്കിച്ചു തുപ്പി. പ്രിയപ്പെട്ടവരെ, ബസ്സിൽ യാത്ര ചെയ്യുമ്പോ തൊട്ടു മുന്നിലെ സീറ്റിൽ ഒരു സ്ത്രീ അറിയാതെ ഛർദ്ദിച്ചിട്ട് അതിന്റെ അവശിഷ്ടമായാൽ പണ്ടാരടങ്ങാൻ എന്ന് പറയുകയും കുഴപ്പമുണ്ടാക്കുകയും ചെയ്യുന്ന നാം കാർക്കിച്ച കഫത്തോടെ അലിയാർ നിങ്ങളുടെ മുഖത്തേക്ക് തുപ്പിയപ്പോ കൊല്ലാനോങ്ങിയ വാള് വലിച്ചെറിഞ്ഞ് സസന്തോഷമണിയിച്ചു പോകുന്ന അത്ഭുതം അത് ലോകത്ത് മുസൽമാൻ അല്ലാതെ ആര് സൃഷ്ടിച്ചിട്ടുണ്ട് സഹോദര? ആരോ ചോദിച്ചു അത്രേ, അലി കൊല്ലാൻ കിട്ടിയ ശത്രുവിനെ മലർത്തിക്കിടത്തി ഊരിപ്പിടിച്ച ദുൽഫുഖാർ എന്നവൾ എന്തുകൊണ്ട് അവന്റെ ശിരസരിഞ്ഞെടുത്തില്ല അലി എന്ന് ചോദിച്ചപ്പോ അലിയാര് തങ്ങൾ പറഞ്ഞു, അവൻ അല്ലാഹുവിന്റെ ശത്രു, അവൻ ഇസ്ലാമിന്റെ ശത്രു, എന്റെ പേഴ്സണലായിട്ടുള്ള ശത്രുവല്ല. ഞാൻ അവന്റെ മുഖത്ത് തുപ്പിയതോടുകൂടി എന്റെ മുഖത്തവൻ തുപ്പിയതോടുകൂടി ഞങ്ങൾക്ക് തമ്മിൽ ശത്രുതയായി. അതുണ്ടായിക്കൂടാ. ആ ശത്രുത കാരണം ഞാൻ അയാളെ കൊന്നു എന്ന് വരും. അതുണ്ടായിക്കൂടാ. സുഹൃത്തുക്കളെ, വ്യക്തിപരമായ ഒരു ശത്രുത എന്റെ ഭാര്യയെ തോണ്ടി, എന്റെ കുഞ്ഞിനെ തോണ്ടി ഇല്ല സുഹൃത്തെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റി പറഞ്ഞപ്പോഴാണല്ലോ ഞാൻ ഇത്രയും പറഞ്ഞത്. മക്ക കാലഘട്ടം, മക്കയിലേക്കുള്ള പാത ഒരു വലിയ സംഭവമായി നമ്മുടെ കേരളത്തിന്റെ ചരിത്രത്തിന്റെ മുഖച്ഛായ മാറ്റുന്ന ഒരു സംഭവമാണ് മക്കയിലേക്കുള്ള പാത. മദീനയിലേക്കുള്ള പാത കേട്ട് എല്ലാ അർത്ഥത്തിലും അതെല്ലാം തള്ളിക്കളഞ്ഞ ഒരു സമൂഹത്തിന്റെ മുമ്പിൽ പ്രവാചകന്റെ ജീവിതത്തിലെ 53 കൊല്ലത്തെ മക്ക കാലഘട്ടത്തിലെ ജീവിതം, ഖുർആനിലെ 91 അധ്യായം അവതരിച്ച മക്കയിലെ ജീവിതം, ത്യാഗങ്ങളും ദുരന്തങ്ങളും കഷ്ടപ്പാടുകളും ബഹിഷ്കരണങ്ങളും. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യാത്ര ചെയ്ത് അദ്ദേഹത്തിന്റെ തലയിലേക്ക് മണലുവാരി എറിഞ്ഞ് ആ മണലുവാരി എറിഞ്ഞ അവസ്ഥയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞുകൊണ്ട് വീട്ടിലേക്ക് കയറി വന്നപ്പോ ഫാത്തിമ ബീവി പൊട്ടിക്കരഞ്ഞു. ഫാത്തിമ ബീവി എന്റെ പിതാവിന്റെ വേദന എന്ന് പറഞ്ഞു. സഹോദര, തൗഹീദ് പറഞ്ഞതിന്റെ പേരിൽ ബിലാൽ ഏറ്റുവാങ്ങിയ ദുരന്തത്തെ കുറിച്ച് ആലോചിച്ചിട്ടുണ്ടോ സഹോദര? നമുക്കെന്ത് പീഡനമാണ് ഉണ്ടായത്. ബിലാലിനെ മരുഭൂമിയിൽ മലർത്തിക്കിടത്തി നെഞ്ചത്ത് കല്ല് കയറ്റിവെച്ച് ബിലാലിന്റെ ശരീരത്തിലെ തൊലികൾ ഊർന്നു പോകുമാറ് പീഡനങ്ങൾ ഏറ്റുവാങ്ങി കഴുത്തിൽ കയറിട്ട് കുടുക്കി വലിച്ച് വിളിയടാ ലാത്ത വല്ലുസ എന്ന് പറഞ്ഞപ്പോ അല്ലാഹു അഹദ് എന്ന് പറഞ്ഞ ബിലാൽ ഏറ്റുവാങ്ങിയ പീഡനവും ത്യാഗവും ആലോചിച്ചിട്ടുണ്ടോ? തൗഹീദ് സ്വീകരിച്ചതിന്റെ പേരിൽ ഇവിടെ ഗുജറാത്തിലുണ്ടായ കലാപത്തെ പറ്റി പറഞ്ഞു അറേ റാമ, ഹേ റാം എന്ന് വിളിക്കാൻ മുസ്ലിങ്ങളോട് പറഞ്ഞത്രേ. അങ്ങനെ ഹേ റാം എന്ന് വിളിക്കാൻ മുസ്ലിങ്ങളോട് പറഞ്ഞു എന്നാണ്, അങ്ങനെ വിളിപ്പിക്കപ്പെട്ടു എന്നാണ്. പക്ഷെ ഞാൻ ആലോചിക്കുന്നത്, ഹരേ രാമ എന്ന് വിളിച്ചിട്ടില്ല, വിളിക്കാണ്ടിരുന്നിട്ട് വലിയ മെച്ചൊന്നും ഗുജറാത്തുകാർക്ക് ഉണ്ടാവില്ല. എന്താ മൊയ്തീൻ ഷെയ്ഖ് രക്ഷിക്കണേന്ന് പറയുന്നവൻ ഹരേ രാമ എന്ന് വിളിക്കണേ എന്താ കുഴപ്പോ? കുറച്ച് ദഹിക്കായിയാണ് ഞാൻ പറയുന്നത്. നിങ്ങൾക്കറിയുമോ, 2001 ജനുവരി 26 ഒരു ഭൂകമ്പം ഉണ്ടായിരുന്നു. എവിടെ? ഇപ്പറഞ്ഞ ഗുജറാത്തില്. 2001 ജനുവരി 26 ഗുജറാത്തിലൊരു ഭൂകമ്പം ഉണ്ടായി. ആ ഭൂകമ്പത്തിലെ പിറ്റേത്തെ പത്രത്തിലെ ഏറ്റവും വലിയ ന്യൂസ് എന്താ അറിയോ മുസ്ലിങ്ങളെ? ഞങ്ങളൊരു ദർഗ പൊളിഞ്ഞില്ല, അള്ളാന്റെ പള്ളി പൊളിഞ്ഞു പോയി. അന്ന് ഭൂകമ്പം ഉണ്ടാകുന്നതിന്റെ തലേന്ന് നടന്ന സംഗതി എന്താണെന്നറിയോ? ഗണപതി പൂജ ഹൈന്ദവ സമൂഹത്തിന്റെ, മറുഭാഗത്തോ ഒരു ദർഗയുടെ പൂജ. ഇത് രണ്ടും കഴിഞ്ഞ് രാവിലെ കിടന്നുറങ്ങിയതാ. ഭൂകമ്പബാധിത പ്രദേശത്തുകൂടെ അള്ള നശിപ്പിച്ച മണ്ണിലൂടെ നിങ്ങൾ യാത്ര ചെയ്താൽ നിങ്ങൾക്ക് കാണാം കാന അക്സറുഹും മുശ്രിക്കീൻ, അവരിൽ ഭൂരിപക്ഷം ആളുകളും മുശ്രിക്കായിരുന്നു. ഇനി ഗർഭപാത്രം വളർന്ന് കുട്ടിനെ പുറത്തെടുത്ത സ്ത്രീന്റെ ഒക്കെ സ്ഥിതി എന്താ? തൗഹീദ് ഉണ്ടായിരുന്നോ? നിസ്കരിച്ചിരുന്നോ? ഇസ്ലാമിക വേഷം ധരിച്ചിരുന്നോ? മുജാഹിദ് പ്രസ്ഥാനം പറയുന്നത് ഇതൊക്കെ നിസാരാണ്. മുജാഹിദ് പ്രസ്ഥാനം പറയുന്നത് ഒരു മുസ്ലിം മരിക്കണതിന് മുമ്പ് ഓൻ തൗഹീദ് ഉള്ളവനാകണമെന്നാ, ഇസ്ലാം സ്വീകരിക്കുന്നവനാകണമെന്നാ. എന്നിട്ടോ മരിക്കണം, എന്നിട്ടോ രക്തസാക്ഷിയാകണം, അതിൽ യാതൊരു മടിയും വേണ്ട. എന്നിട്ട് അള്ളാന്റെ മാർഗത്തിൽ ഷഹീദാകേണ്ടി വന്നാൽ, എന്റെ ശിരസ് വെച്ചു കൊടുക്കേണ്ടി വന്നാൽ വെച്ചു കൊടുക്കാൻ കഴിയണം.
അല്ലേ? മിസ്അബ് റളിയല്ലാഹു അൻഹു ഖബ്ബാബ് റളിയല്ലാഹു അൻഹു. ഈ ഖബ്ബാബിനെ പറ്റി പറയുമ്പോ ചരിത്രത്തിലൊരു സംഭവമാണ് ഞാൻ ഓർക്കുന്നത്. ചരിത്രത്തിലെ ഒരു സംഭവം, ഖബ്ബാബ് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹുവിന്റെ സന്നിധിയിൽ വന്ന് തിരിച്ചു പോകുന്ന ഒരു രംഗം. അദ്ദേഹത്തിന്റെ ഷോൾഡറിൽ ഒരു വലിയ പുതപ്പുണ്ടായിരുന്നു. അത് പിടിച്ചുകൊണ്ടാണ് ഖബ്ബാബ് നടന്നിരുന്നത്. പക്ഷേ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹുവിന്റെ സന്നിധിയിൽ പിരിയുമ്പോ അറിയാതെ പിടുത്തം വിട്ട് ചരിത്രത്തിന്റെ ഭാഗം എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ ഷോൾഡറിൽ നിന്ന് പുതപ്പ് ഊർന്ന് താഴോട്ടിറങ്ങി. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു ഖബ്ബാബിന്റെ പുറത്തേക്കൊന്ന് നോക്കി, മുഖം തിരിച്ചു കളഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ഖബ്ബാബ് തആൽ, ഇങ്ങോട്ട് വരൂ ഖബ്ബാബ്. എന്താണ് ഖബ്ബാബ് നിന്റെ പുറത്തെ ഈ ആഴമേറിയ മുറിവുകൾ? എല്ല് കാണുന്നുണ്ടല്ലോ ഖബ്ബാബ്, എന്ത് പറ്റി ഖബ്ബാബ്? ഖബ്ബാബ് പറഞ്ഞു, ഞാൻ മക്കത്തെ ഒരു കൊല്ലപ്പണിക്കാരനായിരുന്നു. അള്ളാഹുവിന്റെ പ്രവാചകന്റെ ദിവ്യ സന്ദേശം കേട്ട് ഞാൻ മുസ്ലിമായി. ഉമ്മ അമ്മാറ എന്നെ കൊണ്ടുവന്ന് ചുട്ടുപൊള്ളുന്ന മരുഭൂമിയിൽ പൂർണ്ണ നഗ്നനാക്കി നിർത്തി. ഇരുമ്പിന്റെ പടച്ചട്ട പഴുപ്പിച്ചെന്നെ അണിയിച്ചു. എന്റെ ശരീരത്തിലും നീരും ചലവും അതൊലിച്ചുകൊണ്ടാണ് മിക്കവാറും അവരുടെ തീജ്വാലകൾ കെട്ടടങ്ങിയത്. ഇരുമ്പിന്റെ തീർപ്പ് കൊണ്ടവർ എന്റെ മാംസം വീതെടുത്തു. പറയൂ മുസൽമാനെ, കേരളത്തിലെ ഏത് മുസൽമാനാണ് തൗഹീദിന്റെ പേരിൽ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തിന്റെ പേരിൽ പീഡിപ്പിക്കപ്പെട്ടത്? أذن للذين يقاتلون بأنهم ظلموا وإن الله على نصرهم لقدير والذين أخرجوا من ديارهم بغير حق إلا أن يقولوا ربنا الله അല്ലാഹുവാണ് ഞങ്ങളുടെ രക്ഷിതാവ് എന്ന് പറഞ്ഞതിന്റെ പേരിൽ അമ്മാർ അസറും പീഡിപ്പിക്കപ്പെട്ടു, സുമയ്യ പീഡിപ്പിക്കപ്പെട്ടു, സുമയ്യ രക്തസാക്ഷിയായി. ഖബ്ബാബിന്റെ ശരീരത്തിലെ മാംസങ്ങൾ പീതെടുക്കപ്പെട്ടു. സഹോദരാ, ഖബ്ബാബിന്റെ ചരിത്രത്തിലെ മറ്റൊരു സംഭവം കേൾക്കണോ? റസൂലുള്ള പരിശുദ്ധ കാബത്തിൽ ഹിജ്റ ഇസ്മായിലിന്റെ പരിസരത്ത് കൈത്തണ്ട തലയാണയാക്കി വെച്ച് കിടക്കുന്ന ചരിത്രത്തിലെ ഒരു രംഗം. എന്നിട്ട് പറഞ്ഞു, ഖബ്ബാബ് നബിയെ സമീപിച്ചിട്ട് ഖബ്ബാബ് ചോദിച്ചു, അലാ തദ്ഖൂലനാ യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നില്ല നബിയെ എന്ന് ചോദിച്ചു. റസൂലിന് അത് എത്ര ഇഷ്ടപ്പെട്ടില്ല. ആരാ ഖബ്ബാബ്? പ്രിയപ്പെട്ടവരെ, ഏതെങ്കിലും ഒരു RSSകാരൻ ആക്ഷേപിച്ച ഒരു ആക്ഷേപം കേട്ട മനുഷ്യനല്ല ഖബ്ബാബ്. ശരീരത്തിലെ ഏതെങ്കിലും ഒരു കോർണറിൽ ഒരാൾ തോണ്ടി എന്ന് പറഞ്ഞിട്ട് വേദനിച്ച ആളല്ല ഖബ്ബാബ്. ഖബ്ബാബിന്റെ ശരീരത്തിൽ മുഴുവനും ഖാലിദ് റളിയല്ലാഹു അൻഹു പറയുന്ന ഒരു വാചകമുണ്ട്, എന്റെ ശരീരത്തിൽ എത്ര രോമകൂപമുണ്ടോ അവിടെയൊക്കെ ശത്രുവിന്റെ വാൾ തലപ്പേറ്റിട്ടുണ്ട്. അങ്ങനെ പീഡനം ഏറ്റുവാങ്ങിയ ഒരു സമുദായം, ആ ഖബ്ബാബ് ശരീരം പൊട്ടിയൊലിക്കുന്ന ദുർഗന്ധവും നീരുമായി കിടന്നുവെന്ന് ചോദിച്ചു, നബിയെ ഇത് കാണുന്നില്ലേ അങ്ങ്? ഈ പീഡനവും ഈ ത്യാഗവും ഈ ദുരന്തവും അങ്ങ് കാണുന്നില്ലേ നബിയെ എന്ന്. നബി ശണ്ഡനായിരുന്നു അല്ലേ? പ്രതികരണമില്ലാത്തവനായിരുന്നു അല്ലേ? വരീലടാ, ഒരു തീവ്രവാദ ഗ്രൂപ്പിന് ഉപയോഗിക്കാം, ഇനി നമ്മൾ കാത്തിരിക്കേണ്ടതില്ല എന്ന് റസൂലുള്ള പറഞ്ഞില്ല. റസൂലുള്ള പറഞ്ഞു, ഖബ്ബാബ് ധൃതി കാണിക്കുകയാണല്ലോ. ഖബ്ബാബ് നിങ്ങൾക്കറിയുമോ, നിങ്ങളുടെ മുമ്പുള്ള സമുദായം നിങ്ങളെക്കാൾ പീഡിപ്പിക്കപ്പെട്ടു. സഹോദരാ, ഇറാഖിലും ഫലസ്തീനിലും ചെച്ചനിയിലും കാശ്മീരിലും ഗുജറാത്തിലും മാറാടും പൂനാടും മുസ്ലിങ്ങൾ പീഡിപ്പിക്കപ്പെട്ടതിനേക്കാൾ കൂടുതൽ പ്രവാചകന്മാർ പീഡിപ്പിക്കപ്പെട്ടു. വാളെടുത്തില്ല, ആയുധമേന്തിയില്ല, പോരാടിയില്ല. സുഹൃത്തെ, ലോകത്ത് ആയുധമേന്തിയ 3 പ്രവാചകന്മാരാണ് ഉണ്ടായിരുന്നത്. ആയുധമേന്തിയ 3 പ്രവാചകന്മാർ അവരാരായിരുന്നു എന്നറിയുമോ? അവർ രാജ്യം ഭരിച്ച ഭരണാധികാരികളായിരുന്നു. അവർ മിലിറ്ററി കമാൻഡർമാരായിരുന്നു. അവർ രാജ്യത്തിന്റെ സൈന്യത്തിന്റെ നേതൃത്വത്തിലുള്ള ആളുകളായിരുന്നു. ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്തിരുന്ന ആളുകളായിരുന്നു അവർ. അറിയുമോ നിങ്ങൾക്ക്? അതല്ലാത്ത ഒരൊറ്റ നബിയും, ഇബ്രാഹിം നബി വാപ്പാനോട് തൗഹീദ് പറഞ്ഞത് ഇവിടെ ബഹുമാന്യ പ്രസിഡന്റ് അല്പോട് സൂചിപ്പിച്ചു, സലാമുൻ അലൈക്കും വാപ്പാ, നിങ്ങൾക്ക് രക്ഷ, ഞാൻ ഈജിപ്തിലേക്ക് പോവുകയാണ്, ഞാൻ മക്കയിലേക്ക് പോവുകയാണ്. അങ്ങനെ നാട് വിട്ടു തൗഹീദിന് വേണ്ടി, അല്ലേ? ഏറ്റുമുട്ടല്ല, അള്ളാഹുവിനെ ഏൽപ്പിച്ചു കൊടുത്തു. മൂസാ നബി ഫിറൗനിന്റെ കരങ്ങളിൽ രക്ഷപ്പെട്ട് ചെങ്കടലിന്റെ സമീപത്ത് വന്നു നിന്നു. മൂസാ, ആരുടെ കൈകളിലാണ് മൂസാ നീ ഞങ്ങളെ കൊണ്ടുപോയി കൊടുക്കുന്നത് എന്ന് ചോദിച്ചു. അള്ളൊരു വഴി കാണിച്ചു തരും. നമ്മളോ? അള്ള സഹായിക്കും. മാത്രമല്ല, എനിക്ക് ഖബ്ബാബ് റളിയല്ലാഹുവിന്റെ വാചകത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു കാര്യം എന്തറിയോ? നബിയെ, അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നില്ലേ എന്നാ. കഷ്ടപ്പാടും പീഡനം ഉണ്ടാകുമ്പോ പ്രാർത്ഥന എന്ന് പറഞ്ഞിട്ടൊന്നുണ്ട്. അത് മൊയ്തീൻ ശൈഖിനോട് നടത്തുന്നവനെ നമ്മളെ കൂട്ടത്തിലുള്ളത്. ഞാൻ ഓർക്കുകയാണ്, മൂവാറ്റുപുഴ എന്ന് പറഞ്ഞൊരു സ്ഥലം, അവിടെ അഷ്റഫ് കൽപ്പറ്റ എന്ന് പറയുന്ന ഒരു പണ്ഡിതൻ ഒരു 2-3 മണിക്കൂർ ചോദ്യോത്തര സെഷൻ അടക്കം ഒരു പ്രസംഗം നടത്തി. അതിലൊരു ചോദ്യമായിരുന്നു, NDF പ്രസ്ഥാനത്തിൽ ശിർക്ക് ചെയ്യുന്നവർ ധാരാളമുണ്ടല്ലോ, അങ്ങനെയുള്ള ആളുകളെ കൂട്ടി നമ്മൾ ജിഹാദ് ചെയ്ത് മരിച്ചാൽ അവർ സ്വർഗത്തിലാവും. ബഹുമാന്യ പണ്ഡിതന്റെ മറുപടി എന്താ അറിയോ? പ്രവാചകൻ അമുസ്ലിങ്ങളെ ഇസ്ലാമിന്റെ വിജയത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. ആ ഒരു തന്ത്രാണ്.
എന്താ പറഞ്ഞതിനർത്ഥം? ഞങ്ങളുടെ കൂട്ടത്തിൽ NDF എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന്റെ കൂട്ടത്തിൽ പ്രവർത്തിക്കുന്നവരിൽ പലരും നരകത്തിലാണെന്ന് ഞങ്ങൾക്കറിയാം. പക്ഷേ അവരുടെ മസിൽ പവർ മതി ഞങ്ങൾക്ക്. സഹോദരാ, നേരം വെളുത്തില്ലേ നിനക്ക്? മാറാനും ചിന്തിക്കാനും നിനക്ക് സമയമായില്ലേ? നീ നരകത്തിലാണെങ്കിൽ കുഴപ്പമില്ല, നീ വിദ്യത്ത് ചെയ്താലും കുഴപ്പമില്ല, നീ ശിർക്ക് ചെയ്താലും കുഴപ്പമില്ല, അല്ലേ? ദർഗ പൊളിക്കാൻ വരുമ്പോ നമ്മൾ അതിനെ പ്രൊട്ടക്ട് ചെയ്യും. പക്ഷേ റസൂൽ പറയുന്ന അലിയാരോട് ഒറ്റ പൊന്തി നിൽക്കുന്ന ദർഗയും താച്ച് നിരപ്പാക്കാതെ വിട്ടേക്കരുത് എന്നാ. അതാ ഇസ്ലാം. അപ്പൊ ഇസ്ലാമായിട്ട് ഇസ്ലാമിന്റെ പേരിൽ നിങ്ങൾ ഇതൊന്നും പറയരുത്. ഫീ സബീലില്ല നിങ്ങൾ പറയരുത്. അപ്പൊ അള്ളാഹുവാണ് റബ്ബ് എന്ന് പ്രഖ്യാപിച്ചതിന്റെ പേരിൽ പീഡനം. എന്നിട്ട് ഞാൻ ഓർക്കുകയാണ്, റസൂലുള്ള ഇതൊക്കെ അനുഭവിച്ച സാബിയോട് പറയുക, ഒന്നുമല്ല. ഇതിന്റെ മുമ്പ് സക്കരിയ നബിയെ അങ്ങാടി കൊണ്ടുവന്ന് നിർത്തിയിട്ടേ ഈർച്ചവാളുകൊണ്ട് ഈർണമായി ഈർന്നിട്ട് രണ്ടാക്കിയിട്ട് വലിച്ചങ്ങട്ടെറിഞ്ഞു. അദ്ദേഹത്തിന്റെ മകൻ യഹിയെ ഗളച്ഛേദം ചെയ്തു. ഇന്നല്ലദീന ഫത്തനുൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്. വിശ്വസിച്ചതിന്റെ കാരണം കൊണ്ട് നിങ്ങളുടെ മുമ്പ് കഴിഞ്ഞു പോയ ജനത ഒരുപാട് പീഡിപ്പിക്കപ്പെട്ടു. എന്നിട്ടൊന്നും അവർ ക്ഷമകേട് കാണിച്ചിട്ടില്ല. നമ്മളെ പ്രവർത്തനം കാസർഗോഡ് മൂക്ക് തോണ്ടിട്ടോ എന്നാ നമുക്ക് ഇവിടെ അരിഞ്ഞേ പറ്റൂ, അല്ലേ? ഇനി നിങ്ങൾ ആലോചിച്ച് നോക്ക്, നമ്മുടെ സമുദായത്തിന്റെ സാമ്യമില്ല എനിക്ക്. പക്ഷേ വളരെ ഗൗരവമായി ചിന്തിക്കേണ്ട ഒരു വിഷയം പറയുന്നത്, ഈ ശിവസേന ബോംബെയില് അരങ്ങ് തകർത്തപ്പോ ബോംബെയിൽ മറ്റൊരു സേന ഉണ്ടായി, ആദം സേന. കേട്ടിരുന്നു നിങ്ങള്? ആദം സേന. ആരാ ആദം സേനയെ നയിക്കുന്നത്? ദാവൂദ് ഇബ്രാഹിം, ചോട്ടാ ഷക്കീല്. ആരാവര്? ഇസ്ലാമിന്റെ നടുക്കണ്ട അല്ല. കള്ളും പെണ്ണും യുദ്ധവും കൊലപാതകവും AK-47 ഒക്കെ മുതലാക്കിയ കൊള്ളക്കാർ, ഒന്നാം തരം അണ്ടർവേൾഡ് നായകന്മാർ. അവരെ കൊണ്ടാണോ ഇസ്ലാം ജയിക്കേണ്ടത്? റസൂലുള്ളാഹിന്റെ ബദറിൽ പങ്കെടുത്തതാ. വിശുദ്ധ റമളാനിന്റെ ധന്യമായ രാത്രികളിലൂടെ കടന്ന് ബദറിന്റെ ചരിത്രത്തിൽ നമ്മൾ എത്തുമ്പോ, ഇത് തസഈസൂന റബ്ബക്കും ഫസ്തജാബ ലക്കും അന്നീ മുമിദ്ദുക്കും ബിഹൽഫിൻ മിനൽ മലായികത്തി മുർദിഫീൻ. 8-ാം അധ്യായത്തിലെ 9-ാമത്തെ വചനമാണ്. നാഥാ, ഈ ന്യൂനപക്ഷം നശിപ്പിക്കപ്പെട്ടാൽ പിന്നെ നിന്നെ ആരാധിക്കുന്നവർ ഈ ഭൂലോകത്തുണ്ടാവില്ലെന്ന് പ്രാർത്ഥിച്ചു നേടിയ ബദറിന്റെ വിജയം, യൗമുൽ ഫുർഖാൻ എന്ന് പറയുന്ന ബദറിന്റെ വിജയം. സഹോദരാ, ആ ബദർ നടന്ന പരിശുദ്ധ റമളാൻ, അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിച്ചു നേടിയ പരിശുദ്ധ റമളാൻ, ആ റമളാൻ നമ്മളിൽ ഇപ്പോൾ ഉണ്ട്. നമ്മൾ ആ റമളാനിലാണുള്ളത്. ഇനി ആലോചിക്ക് സഹോദര, ആലോചിക്ക്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും ഇത് പറയുമ്പോൾ ഇത്രയേറെ പീഡനങ്ങൾ ഏറ്റുവാങ്ങിയിട്ടും നിങ്ങളൊന്നും പീഡിപ്പിക്കപ്പെട്ടിട്ടില്ല. ആദം സേന ആ ബദറിൽ പങ്കെടുത്ത 313 ക്വാളിറ്റി ഉള്ളവരാണ്. മാത്രമല്ല, ഖലാഅ് എന്ന് പറഞ്ഞൊരു ഏർപ്പാട് നിസ്കാരത്തിലില്ലാത്തവർ, നരിയാണിയുടെ താഴെ ഒരൊറ്റ വ്യക്തിയും തുണിയിറക്കാത്തവർ, അല്ലേ? വലിയ സാമൂഹ്യ വിപ്ലവവും തീവ്ര വിപ്ലവവും ഒക്കെ പറയുന്ന ആളുകളുണ്ടല്ലോ. അപ്പൊ ഞാന് തുറന്നു പറയുന്നോണ്ട് പറയാ, ജമാഅത്തെ ഇസ്ലാമിന്റെ ഒരൊറ്റ സംസ്ഥാന നേതാവ് നരിയാളിന്റെ താഴെ ഡ്രസ്സ് പോകാത്തവരില്ല. നിങ്ങൾ പരിശോധിച്ചു നോക്ക്. വ്യക്തിപരമായി ഒരു നരിയാളിന്റെ മുകളിൽ ഡ്രസ്സ് വരുന്നിടത്ത് വരെ ആളുകൾ എന്ത് വിചാരിക്കുന്നവർ, ഒരൽപ്പം താടി നീട്ടിയാൽ അതൊക്കെ പോരായ്മയാണെന്ന് വിചാരിക്കുന്നവർ, ഒരു താടി പോലും വെക്കാനുള്ള ജിഹാദി മനസ്സില്ലാത്തവനാണോ ആയുധമായിട്ട് രംഗത്തിറങ്ങുന്നത്? ആണോ? നിങ്ങൾ ആലോചിച്ച് നോക്കും. മുജാഹിദ് പ്രസ്ഥാനത്തിന് ഭീരുത്വം കൊണ്ടല്ലേ നിങ്ങൾ യുദ്ധത്തിനെതിരെ? ഞങ്ങൾക്കോ കാന്തപുരത്തിന്റെ തറവാട്ടിലേക്ക് കയറി ചെന്ന് തൗഹീദ് പറഞ്ഞ ഞങ്ങൾക്കോ? ആണോ? ഉള്ളാളം ദർഗയുടെ പരിസരത്ത് എന്ന് തൗഹീദ് പറഞ്ഞ ഞങ്ങൾക്കോ? CM മടവൂരിന്റെ മക്കാമിന്റെ പരിസരത്ത് എന്ന് മക്കാമിന്റെ മുമ്പിൽ ചെന്ന് തൗഹീദ് പറഞ്ഞ ഞങ്ങൾക്കോ? ബാബരി മസ്ജിദ് പൊളിച്ച ഉടനെ ഇന്ത്യന്റെ മതേതരത്വത്തിന്റെ കടക്ക് കത്തിവെച്ച ഡിസംബർ 6 ഉണ്ടല്ലോ, 1992 ഡിസംബർ 6, ഇന്ത്യ രാജ്യത്ത് മുഴുവനും കലാപം പൊട്ടി പുറപ്പെട്ടപ്പോ മതം മനുഷ്യ സൗഹാർദ്ദത്തിന് എന്ന് പറഞ്ഞ് ചതുർദിന സമ്മേളനം നടത്താൻ മുജാഹിദ് പ്രസ്ഥാനം കാണിച്ച ധൈര്യത്തിനോ? ഏതാ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ കുഴപ്പം? മുജാഹിദ് പ്രസ്ഥാനം ജനങ്ങളുടെ പൾസ് മനസ്സിലാക്കി പ്രവർത്തിച്ചു. മുജാഹിദ് പ്രസ്ഥാനം കൈവെക്കാത്ത എന്തൊരു നന്മയാണ് ഈ സമൂഹത്തിനുള്ളത്? കേരളത്തിലെ മുസ്ലിം സ്ത്രീകൾ അടിപ്പാവാട ധരിക്കാത്ത ഒരു കാലമുണ്ടായിരുന്നു. അറിയുമോ നിങ്ങൾക്ക്? അവർക്ക് അടിപ്പാവാട ധരിപ്പിച്ച പ്രസ്ഥാനമാണ് മുജാഹിദ് പ്രസ്ഥാനം. അറിയോ നിങ്ങൾക്ക്? അതിനർത്ഥം ഞങ്ങൾ പെണ്ണുങ്ങളെ പാവാട അടിക്കാൻ നടക്കുകയായിരുന്നു എന്നല്ല. ഇനി നാളെ അങ്ങനെ വ്യാഖ്യാനിച്ചേക്കണ്ട. പറഞ്ഞു വന്നതിന്റെ അർത്ഥം അതിന് പോലും അവസരമില്ലാത്തൊരു സമൂഹത്തെ. എനിക്കറിയാം, ഞാന് അരീക്കോടിനടുത്തൊരു സ്ഥലമുണ്ട്, ഇരുവേറ്റി എന്ന് പറയുന്ന സ്ഥലം. അവിടെ ഒരു പ്രസംഗത്തിന് വന്നപ്പോ ഒരു മനുഷ്യന്റെ കൈ ഇങ്ങനെ പൊട്ടിയിട്ട് ഇങ്ങനെ, അപ്പൊ അയാൾ പറഞ്ഞു, ബാലുശ്ശേരി ഇതെന്താണെന്നറിയോ എന്ന് ചോദിച്ചിട്ടുണ്ടോട്. ഞാൻ പറഞ്ഞു, കൈ പൊട്ടിയതാണ്. അതെങ്ങനെ പൊട്ടിയെന്നറിയുമോ നിങ്ങൾക്ക് എന്ന് ചോദിച്ചു. എന്റെ ബാപ്പ ഒരു ഖുറാഫിയായിരുന്നു. ഞാൻ തലയിൽ മുടി വെച്ചപ്പോ എന്നെ വാപ്പ ഓടിപ്പിച്ചത്. അപ്പൊ ഞാനൊരു മൂച്ചിമ്മ കയറി മൂച്ചിന്റെ കൊമ്പ് പൊട്ടി വീണ് കൈ പൊട്ടിയതാണ്. മൂച്ചി എന്ന് പറഞ്ഞാൽ മാവ്.
അയാൾ പറഞ്ഞത് ഞാൻ അപ്പടി പറഞ്ഞു എന്ന് മാത്രം. മാവിന്റെ മുകളിൽ എന്റെ ബാപ്പ ഓടിച്ചിട്ട് കയറ്റി, അങ്ങനെ കൊമ്പടിഞ്ഞ് ഞാൻ വീണു മുടി വെച്ചതിന്റെ പേരിൽ. ഈ സമൂഹത്തെ മുടി വെച്ചിട്ട് ഇപ്പൊ ഹെയർ സ്റ്റൈൽ ഉണ്ടല്ലോ, ഓനെ വാർന്നു വെക്കാനും ഒരു ചീർപ്പ് കൈ പിടിപ്പിക്കാനും പഠിപ്പിച്ച പ്രസ്ഥാനം മുജാഹിദ് പ്രസ്ഥാനം. ഈ പ്രസ്ഥാനത്തിന് ഏതെങ്കിലും ഒരു കാര്യത്തിൽ മുജാഹിദ് പ്രസ്ഥാനം ഇടപെട്ടില്ല. സക്കാത്ത് സിസ്റ്റമാറ്റിക്കലി ഈ സമൂഹത്തെ പഠിപ്പിച്ച ആരാ? മുജാഹിദ് പ്രസ്ഥാനമാണ്. ഈ പ്രസ്ഥാനം ക്രിസ്ത്യൻ ചർച്ചിൽ പറഞ്ഞ പോലെ മുസ്ലിങ്ങൾ തൊട്ടുവെക്കാത്ത ഒരു ശാസ്ത്രശാഖയില്ല എന്ന് പറഞ്ഞാൽ മുജാഹിദുകൾ തൊട്ടുവെക്കാത്ത ഒരു മേഖലയും കേരളത്തിലില്ല. അതുകൊണ്ട് വളരെ ഗൗരവം പറയാ, ഇത്രയേറെ പീഡനങ്ങൾ ഏറ്റിട്ട് നബി അറിയാ ആയിട്ടില്ല. നമ്മളും മനസ്സിലാക്കുക, പിന്നെ ക്ഷമിച്ചാൽ സ്വർഗണ്ട്. ക്ഷമിച്ചാൽ സ്വർഗണ്ട്. വലനബലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽജൂഇ വനക്സിൻ മിനൽ അംവാലി വൽഅൻഫുസ് വസ്സമറാത്ത് വബശ്ശിരിസ് സ്വാബിരീൻ അല്ലദീന ഇദാ അസാബത്തുഹും മുസീബത്തുൻ ഖാലൂ ഇന്നാ ലില്ലാഹി വഇന്നാ ഇലൈഹി റാജിഊൻ. പടച്ച തമ്പുരാൻ സൂറത്ത് ബഖറയിലെ 185, 186, 187 സത്യവിശ്വാസികളെ, ഭയം കൊണ്ട് നിങ്ങളെ പരീക്ഷിക്കും. നിങ്ങളുടെ ജീവിതം ഒരു പരീക്ഷണമാണ്. സമ്പത്തിന്റെ നഷ്ടം കൊണ്ട് നിങ്ങളെ പരീക്ഷിക്കും. സമറാത്തുകളുടെ നഷ്ടം കൊണ്ട് നിങ്ങളെ പരീക്ഷിക്കും. പട്ടിണിയും ദാരിദ്ര്യവും കൊണ്ട് നിങ്ങളെ പരീക്ഷിക്കും. വബശ്ശിരിസ് സ്വാബിരീൻ. അന്ന് ക്ഷമിക്കുന്നവർക്കാണ് പുണ്യം, അവർക്കാണ് സമാധാനത്തിന്റെ ഭവനം, അവർക്കാണ് രക്ഷ, അവരുടെ മേലാണ് സമാധാനം. സത്യവിശ്വാസിക്കും സത്യവിശ്വാസിനിക്കും പരീക്ഷണങ്ങളായിക്കൊണ്ടേയിരിക്കും. അപ്പോ അള്ളാഹുവിനെ കണ്ടുമുട്ടുന്നത് സത്യവിശ്വാസിയുടെ കാര്യം അത്ഭുതമാണ്. ക്ഷമിക്കാത്ത അവസ്ഥയല്ല. ഇനി കാസർഗോഡ് ജില്ലയില് ബജ്രന്തള്ളിന് പകരം ഒരു സംഘടന ഉണ്ടാക്കി നമ്മളെ ആളുകൾ. അതിന്റെ പേരെന്താ അറിയോ? ബദ്രീന്തള്ള്. ആഹാ, ബജ്രന്തള്ളിന് പകരം ബദ്രീന്തള്ള്. ഞാൻ അവരുടെ ഒരു പ്രകടനം കണ്ടു. യമഹ വണ്ടിന്റെ മുകളില് ടൈറ്റ് ടീഷർട്ട്, പിന്നെ ബാത്റൂമിൽ ഒന്ന് പെട്ടെന്ന് പോണോന്ന് തോന്നിയാ ഓൻ ഡ്രസ് ആക്കല്ലാതെ വേറെ രക്ഷല്ല. അങ്ങനത്തെ പാന്റ് എന്നിട്ടോ ഒരു പച്ചക്കെട്ടും തലയില്. ജീവിതത്തിൽ ലോറുസ്കരിച്ചിട്ടോന്ന് അറിയില്ല. ആ ജാതി പ്രകടനം. ബദ്രീന്തള്ള്. എന്തിനും പകരം വിവേകപൂർണമായ ഒരു പ്രതികരണം ഉണ്ടോ? ആളുകൾ ചോദിക്കുന്നത് പ്രതികരിക്കണ്ടേ? എങ്ങനെ പ്രതികരിക്കല്? കേട്ടോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തിന്റെ പ്രതികരണ രീതി നമ്മളൊന്ന് പഠിക്കണ്ടേ? ഞാൻ ആ ഭാഗം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാൻ നമുക്ക് സമയമില്ല. ഇൻഷാ അല്ലാഹ് 2 ആഴ്ചകളോളം ഇനിയും ഞാൻ ഇൻഷാ അല്ലാഹ് അവിടെ ഉണ്ടാവും. അങ്ങനെ ഉണ്ടാകുമ്പോൾ നമുക്ക് ഈ വിഷയത്തിന്റെ പല ഭാഗങ്ങളും പിന്നീട് ചർച്ച ചെയ്യാം. ഞാൻ പറഞ്ഞു വരുന്നത്, നോക്കൂ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പീഡിപ്പിക്കപ്പെട്ടു, മർദ്ദിക്കപ്പെട്ടു. അപ്പൊ നബി എങ്ങനെ പ്രതികരിച്ചു? ഇപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഭാര്യയുമായി തെറ്റിയ അള്ളാഹ് ആദ്യം പറയണ ഓളെ തല്ലിവിടുന്ന അല്ലല്ലോ. പ്രതികരണം എന്താ? ആദ്യം വയല് പറയാ. ആദ്യം വയല് പറയാ, പിന്നെ കിടപ്പറ മാറിക്കിടക്കുക, എന്നിട്ട് അസ്വസ്ഥത സൃഷ്ടിക്കുക, പിന്നെ എന്നിട്ട് തല്ലുക. നമ്മൾ തുടക്കത്തിൽ തന്നെ അടി. പ്രതികരണം പറഞ്ഞാൽ എന്താ? ഇങ്ങോട്ട് അടിച്ചാ അങ്ങോട്ട് അടിക്കലല്ല, ഇനി അവനെ കൈ പൊക്കാത്ത വിധം പ്രതികരണം കൊണ്ട് അവനെ മാറ്റുക. അല്ലേ? അത് കേൾക്കണോ നിങ്ങൾക്ക്? വെള്ളത്തോൾ നാരായണ മേനോൻ അള്ളാഹു എന്ന് പറഞ്ഞിട്ടൊരു കവിത രചിച്ചിട്ടുണ്ട്. അറിയോ? അള്ളാഹു എന്ന് പറഞ്ഞിട്ടൊരു കവിത. അത് എപ്പോഴുണ്ടായതെന്നറിയോ? റസൂലിന്റെ ഒരു പെരുമാറ്റം കണ്ടിട്ട് വെള്ളത്തോൾ നാരായണ മേനോൻ രചിച്ച കവിത അള്ളാഹു. അല്ലേ? എന്തായിരുന്നു? റസൂൽ ഒരു മരച്ചോട്ടിൽ ഇങ്ങനെ കിടന്നുറങ്ങുക. അപ്പൊ ഒരു ശത്രു റസൂലിന്റെ കണ്ടത്തിൽ വാള് കുത്തിയിട്ട് വിളിച്ചുണർത്തിയിട്ട് ചോദിച്ചു, ആരാ നിന്നെ രക്ഷിക്കുക? നബി ഇങ്ങനെ കണ്ണിലേക്ക് നോക്കി, അള്ളാഹു. ഇന്നത്തെ കാലത്തോ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഞാനിവിടെ തോരായിക്കടവ് എന്നൊരു സ്ഥലമുണ്ട്, അത്തോളിക്കടുത്ത്. അവിടെ പ്രസംഗിക്കാൻ ചെന്നപ്പോ സ്റ്റേജ് കയ്യേറാൻ വന്ന മുസ്ലിങ്ങൾ ഇങ്ങനെ വന്നെന്നറിയോ? യോ ഷെയ്ഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി. നിർത്തുന്നതിന്റെ മോനെ, ആ കേസറ്റ് ഇപ്പോഴും സൂക്ഷിക്കുന്നുണ്ട്. അല്ലാഹു അക്ബർ എന്നല്ല. ഖൈബർ യുദ്ധവേളയിൽ മഹാനായ അലിയാർ തങ്ങളുടെ ഇടത് കൈയിൽ നിന്ന് പരിച തെറിച്ചു പോയപ്പോ സുഹൃത്തുക്കളെ, ഖൈബർ കോട്ടയുടെ വാതിൽ ഇടത് കൈ കൊണ്ട് പുറത്തെടുത്ത് അല്ലാഹു അക്ബർ എന്ന് ചൊല്ലിയ അലിയാരുടെ പാതയല്ല ഇത്, റസൂലിന്റെ പാതയല്ല ഇത്. ഇത് ഗൗരവമായി മനസ്സിലാക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബികളും അള്ളാഹുവിൽ സമർപ്പിച്ചുകൊണ്ടാണ് ജീവിച്ചത്. അത് പറയാനാണ് ഞാൻ പറഞ്ഞത്. അള്ളാഹു എന്ന് പറഞ്ഞു റസൂല്. അങ്ങനെ പറഞ്ഞ അദ്ദേഹത്തിന്റെ കൈകളിൽ നിന്ന് വാള് താഴെ വീണു. ആ വാള് തിരിച്ചെടുത്ത് നബി ചോദിച്ചു, നിന്നെ ആരാ രക്ഷിക്കാൻ? മുഹമ്മദേ, വിട്ടൂട് മോനെ, വിട്ടൂട്. അവൻ നബി പറഞ്ഞു, പൊയ്ക്കോ. ആ വിട്ടുവീഴ്ച കണ്ടിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ വെള്ളത്തോൾ നാരായണ മേനോൻ അള്ളാഹു എന്നുള്ള കവിത എഴുതി. മാറാട് ജീവിച്ച 5 മുസൽമാനെ കൊന്ന RSSകാർക്ക്, സഹോദരാ, ഞങ്ങളുടെ കുടുംബം ഏതായാലും അനാഥമായി, നിങ്ങളുടെ കുടുംബത്തെ ഞങ്ങൾ അനാഥമാക്കുന്നില്ല. കാരണം വലാ തസ്തവിൽ ഹസനതു വല സയ്യിഅ ഇദ്ഫഅ ബില്ലതി ഹിയ അഹ്സൻ ഫഇദ അല്ലദീ ബൈനക വബൈനഹു അദാവത്തുൻ കഅന്നഹു വലിയ്യുൻ ഹമീം വമാ യുലഖാഹാ ഇല്ല അല്ലദീന സബറു വമാ യുലഖാഹാ ഇല്ലാ ദു ഹള്ളിൻ അലീം വഇമ്മാ യൻസഅന്നക മിനശ് ശൈത്താനി നസ്ഉൻ ഫസ്തഈദ് ബില്ലാഹ് ഇന്നഹു വസ്സമീഉൽ അലീം.
തിന്മയെ നന്മ കൊണ്ടാണ് പ്രതിരോധിക്കേണ്ടത് കൊണ്ട് സഹോദരാ നിങ്ങൾക്ക് നേരെയില്ല എന്ന് പറഞ്ഞ് അത് കണ്ടിട്ട് ONV കുറുപ്പ് നമ്മളെ കുറിച്ചൊരു കവിത എഴുതുമോ ഇന്ന്? അത്തരത്തിലുള്ള ധന്യമായ ഒരു നിമിഷമുണ്ടാകാൻ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് വിട്ടി ഒഴിവാക്കിയ സുഹൈൽ ഇസ്ലാം സ്വീകരിച്ചറിയാലല്ലേ? സ്വന്തം മകൻ അബൂദുജാനയുടെ കരണക്കുറ്റി അടിച്ചു പൊളിച്ച ആളാണ് ഈ മനുഷ്യൻ. ഇനി ഞാൻ പറഞ്ഞതിന്റെ 5ാം ഭാഗം കടക്കാൻ എനിക്ക് സമയമില്ല. അതിൽ കടക്കുന്നതിന് മുമ്പ് ഞാൻ ഈ പറഞ്ഞത് പൂർത്തിയാക്കിയാൽ നമ്മുടെ വിഷയം പൂർത്തിയായി. നിങ്ങൾക്കറിയുമോ ഇസ്ലാമിക സമൂഹം നന്നാവാനും ഇസ്ലാമിക സമൂഹം ഒന്നാകാനും എന്താണ് ഏറ്റവും പ്രധാനമായ ഇസ്ലാമിന്റെ നേട്ടം എന്നറിയുമോ നിങ്ങൾക്ക്? റസൂലുള്ളാഹി 13 കൊല്ലം പ്രിയപ്പെട്ടവരെ മക്കയിൽ ജീവിച്ചു. അവിടെ ഒരു പ്രശ്നം ഉണ്ടെന്നാ പറയാൻ സമ്മതിക്കൂല, കേറാൻ സമ്മതിക്കൂല. ഞാൻ കുറച്ച് ഈ കാര്യം പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. നോക്ക്, ഖുർആനിലെ 41-ാം അധ്യായം 22 പോയിട്ടൊന്ന് എടുത്തു നോക്കണം. നബി മക്കയിൽ പ്രസംഗിക്കാൻ കയറുമ്പോ അബൂജഹൽ പറയും, എടാ ഹംദ് സലാത്തും കഴിഞ്ഞാൽ കൂക്കിക്കൊള്ളിട്ടോ. ശരിക്കും ശ്രദ്ധിക്കണേ, ഈ പറയുന്നത് ശരിക്കും ശ്രദ്ധിച്ചോ. എടാ നബി തൗഹീദ് പറയാ, അജാലല്ലാലിയത ഇലാഹം വാഹിദ ഇന്ന ഹാദാ ലശൈഉൻ ഉജാബ്. അത് പറഞ്ഞ അബൂജഹൽ പറയാ, മുഹമ്മദ് പ്രസംഗിച്ച് ഹംദ് സലാത്തും ചൊല്ലു, കൂക്കിക്കോ, ബഹളുണ്ടായിക്കോ, ഞങ്ങൾക്ക് ജയിക്കാം. നമ്മളോ അബ്ദുറഹ്മാൻ സലഫി പ്രസംഗിച്ച സ്റ്റേജിൽ കയറി പേരോട് പറയാ, കൂക്കിക്കടോ, കൂക്കിക്കോ. ഇവിടെ ലോകത്ത് കേരളം ഞാൻ പറയാ, കേരളത്തിൽ തൗഹീദ് പറയുമ്പോ കൂക്കുന്നവരാരാ? RSSകാരല്ല, BJPക്കാരല്ല, സുന്നികളാ. അപ്പൊ ആരാ ഇസ്ലാമിന്റെ ശത്രു? അബൂജഹലിന്റെ പാർട്ടി. ക്ഷമിക്കണം, സത്യമായി പറയാ, പച്ചം ചേരാതെ. ലാ യജ്രിമന്നകും ശനആനു ഖൗമിൻ അലാ അല്ലാ തഅദിലു അഅദിലു ഹുവ അഖ്റബു ലിത്തഖ്വ. ഒരു വിഭാഗത്തോടുള്ള ഈർഷ്യത, അനീതി പറയാൻ പ്രേരിപ്പിക്കരുത്. നമുക്ക് അവരോട് ദേഷ്യം ഉണ്ടെങ്കിലും ഞാൻ ചോദിക്കട്ടെ, മുജാഹിദുകൾക്ക് നമ്മുടെ കേരളത്തിലെ ഏറ്റവും നല്ല വേദികളൊക്കെ ഒരുക്കി തന്ന ആരാ? ഇവിടുത്തെ മുസ്ലിങ്ങളാണ്. പോലീസ് സംരക്ഷണം നൽകുന്ന ആർക്കാ? നമുക്കാണ്. എന്തിന്? ഈ ദീന് പറയാൻ അല്ലേ സഹോദര? ഇനി നേരെ മറിച്ച് നിങ്ങൾ നോക്കൂ, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്ന സ്റ്റേജുകൾ ഏറ്റവും കൂടുതൽ കയ്യേറൽ ആരവിടെ? മുസ്ലിങ്ങളാ. ഞാൻ പൂന്തുറയെ ചെന്നു, പൂന്തുറ കലാപം നടന്ന സ്ഥലത്ത്. അപ്പൊ കഴിഞ്ഞ ഒരു 1.5 മാസം മുമ്പ് ചെന്നപ്പോ നമ്മുടെ ഒരു പ്രവർത്തനം വിളിച്ചു, ബാലുശ്ശേരി 3 കൊല്ലത്തിന് ശേഷമാണ് ഈ പ്രസംഗം നടക്കുന്നത്. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, എന്തേ? നിങ്ങൾ ആദ്യം 2 തവണ ഇവിടെ വന്നല്ലോ, അതിനുശേഷം ജമാഅത്തുകാർ വെച്ചു, പിന്നെ NDF-കാർ വെച്ചു, പിന്നെ സുന്നി വെച്ചു. അവസാനം ജമാഅത്തും സുന്നിയും NDF-ഉം കൂടി തീരുമാനിച്ചത്ര ഇനി ഇവിടെ അള്ളാന്റെ ദീന് പറയണ്ട. എന്നിട്ട് മാസ് പെറ്റീഷൻ എഴുതി ഒപ്പിട്ടാട് കൊടുത്തു. അപ്പൊ ഞാൻ ചോദിച്ചു, ആരാ ഇസ്ലാമിന്റെ ശത്രു? മുസ്ലിങ്ങൾ. അള്ളാന്റെ ദീന് പൂന്തുറയിൽ ഇനി പറയണ്ട. പൂന്തുറയിൽ ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങളുടെ സ്ഥലമാണ്. കണ്ണൂർ സ്ഥലത്ത് ചെന്നു, മാസ് പെറ്റീഷൻ പോയി. എന്താ? മുസ്ലിങ്ങളുടെ പെറ്റീഷൻ. ഇവിടെ ഇസ്ലാം പറഞ്ഞാൽ കുഴപ്പമാണ്. ആരാ ഇസ്ലാമിന്റെ ശത്രു? അപ്പൊ റസൂലിന്റെ നാട്ടിൽ റസൂല് കൂക്കപ്പെട്ടു, റസൂൽ തിരിച്ചു കൂക്കിയില്ല. തായിഫിൽ നബി കല്ലെറിയപ്പെട്ടു. 10 ദിവസം നബി അമുസ്ലിങ്ങളായ തായിഫുകാരെ സത്യദീനിലേക്ക് ക്ഷണിക്കാൻ ചെന്നു. അങ്ങാടി പിള്ളേരെ കൊണ്ട് കൂക്ക് വിളിക്കുകയും കല്ലെറിയുകയും ചെയ്തു. ശരീരത്തിൽ നിന്ന് രക്തം വാർന്നൊലിക്കുമ്പോഴും അവർക്ക് വേണ്ടി പ്രത്യാശ വെച്ച് പുലർത്തിയ നബിയുടെ മനസ്സുണ്ടല്ലോ, ആ മനസ്സാണ് വിശ്വാസികളെ. ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന ലിമൻ കാന യർജുല്ലാഹ്. അല്ലാഹനെ കണ്ടുമുട്ടണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് മുഹമ്മദ് നബിയുടെ ഉത്തമമായ മാതൃകയുണ്ട്. അവരെ നശിപ്പിക്കട്ടെയോ അവരെ തകർക്കട്ടെയോ എന്ന മലക്കുകളുടെ ചോദ്യത്തിന് പടച്ചോനെ, ഒരറിവില്ലാത്തവരാണ്, അവർക്ക് പുറത്തു കൊടുക്കണേ എന്ന് പ്രാർത്ഥിച്ച നബി. ഗർഭിണിയായ സ്വന്തം മകളെ കുന്തമെറിഞ്ഞ് കൊന്നവന് മാപ്പ് കൊടുത്ത നബി. നബിയുടെ എളാപ്പ അംസാർ അള്ളാന്റെ കരൾ കടിച്ചു തുപ്പിയ ഇന്ദിനും വയസ്സിക്കും മാപ്പ് കൊടുത്ത നബി. നബിയുടെ മേൽ ചപ്പുചവറുകൾ കമഴ്ത്തിയ യൂദപ്പെണ്ണിന് മാപ്പ് കൊടുത്ത് അവൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച നബി. ആ നബിയുടെ ചര്യ ഖുർആനിലെ 41-ാം അധ്യായം സൂറത്ത് ഫുസ്സിലത്തിലെ 34-35 തിന്മയെ നന്മ കൊണ്ട് പ്രതിരോധിക്കണം. അപ്പൊ നിങ്ങളുടെ ശത്രു മിത്രമായി തീരും. വമാ യുലഖാഹാ ഇല്ലല്ലദീന സബറു. അത് വമ്പിച്ച ക്ഷമാലുക്കൾക്കും ഭാഗ്യവാന്മാർക്കേ കഴിയൂ. ആ ഭാഗ്യം സിദ്ധിക്കണം എന്നാണ് ഞങ്ങൾ എല്ലാവരോടും പറയുന്നത്. തേജസ്സില് എന്നെ കുറിച്ചൊരു ലേഖനം എഴുതി കഴിഞ്ഞയിൽ. ബാലുശ്ശേരിക്കാരൻ സമാധാനത്തിൻ്റെത് മാത്രം പ്രസംഗിക്കുന്നു, അയാൾ യുദ്ധത്തിന്റെ ആയത്ത് മറന്നുപോയി. അപ്പൊ ഉറപ്പായി NDF-കാർ യുദ്ധത്തിന്റെ ആളുകളാണ്. ഒരു സ്വയം സമ്മതിക്കുകയാണ്, ഞങ്ങൾ യുദ്ധം പറയുന്ന ആളുകളാണ്, നിങ്ങൾ സമാധാനം. ഏതായിരുന്നാലും ഒരു കാര്യം ഉറപ്പായി, നമ്മൾ സമാധാനം പറയുന്ന ആളാണ്. ഇവിടെ വന്ന് എന്റെ പ്രോഗ്രാം നോട്ടീസ് ഒട്ടിച്ചപ്പോൾ NDF-കാരൻ ചോദിച്ചത്രേ, ഇവിടെ ഇതിന് തീവ്രവാദം ഉണ്ടോ? ഒരു തീവ്രവാദിയല്ലേ ഇത് പറയാൻ വരുന്നത്? തിരക്കേടില്ല. അപ്പൊ എന്താ ഞാൻ പറഞ്ഞു വരുന്നത്? പ്രവാചകന്റെ പ്രതികരണങ്ങൾ. ഇനി 2 സംഭവം പറഞ്ഞ് അവസാനിപ്പിക്കുന്നു. കഥയാണ് പ്രവാചകന്റെ ജീവിതത്തിലെ ചരിത്രം. ഈ അബസവത്വമല്ല എന്നതിന്റെ അകമ്പൊരുൾ എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ? ഈ അബസവത്വമല്ല എന്നുള്ളതിന്റെ അകമ്പൊരുൾ എന്ന് ഞാൻ പറയുന്നത് വെറുതെ അല്ല. ഒന്ന് ചിന്തിച്ചു നോക്കൂ, നല്ലൊരു വിഷയമാണ് പറയുന്നത്. എന്താ അറിയോ? ഈ അന്ധനായ അബ്ദുല്ലാഹിബ്നു ഉം മക്തൂം
നബി പ്രമുഖരുമായി ചർച്ച ചെയ്യുന്ന സദസ്സിലേക്ക് കയറി വന്ന ഇസ്ലാമിക മര്യാദ അനുസരിച്ച് എന്തല്ല, ശരിയല്ല. അവിടെ കയറി സംസാരിച്ചോ ശരിയല്ല. പക്ഷേ അബ്ദുല്ലാഹിബ്നു ഉമ്മ മക്തൂമിനെ അള്ളാഹ് കുറ്റപ്പെടുത്തുന്നില്ല. പിന്നെ ആരെയാ കുറ്റപ്പെടുത്തുന്നത്? നബീനെ. നബീനോട് പറയുന്ന നബിയെ അങ്ങ് പ്രവാചകനാണ്. നബിയേ, പ്രവാചകരെ, അങ്ങ് അന്ധനായ അബ്ദുല്ലാഹിബ്നു മക്തൂമിനോട് മുഖം തിരിച്ചു കളഞ്ഞു അല്ലേ നബിയെ? വേണമെങ്കിൽ ഇങ്ങനെ ചിന്തിക്കാം, ഞാൻ വലിയ ഗൗരവമായിട്ട് ചർച്ച ചെയ്തൊരു സദസ്സിൽ അബ്ദുള്ള വന്ന് ഇടപെട്ടിട്ട് ഇന്നെയാ പടച്ചോൻ കുറ്റം പറഞ്ഞത് നബിക്ക് ചിന്തിക്കാം. പക്ഷെ ഇസ്ലാമിന്റെത് എന്താറിയോ? അബ്ദുല്ലാഹിബ്നു മക്തൂം അറിവില്ലാത്ത ആളാണ്, അന്ധനാണ്, സാധാരണ ഒരു അറബിയാണ്. അദ്ദേഹത്തിന് പറ്റിയ തെറ്റിനെ തെറ്റായി അള്ളാഹ് വിലയിരുത്താതെ മറിച്ച് മുഹമ്മദ് നബിയെ അങ്ങ് പ്രവാചകനാണ്, അങ്ങയിൽ നിന്ന് അങ്ങനെ വരാൻ പാടില്ല എന്നാണ്. അപ്പൊ RSS ഒരു നാട്ടിലൊരു പ്രശ്നം ഉണ്ടാക്കിയാൽ നമ്മളെ തോണ്ടിയാൽ, നമ്മൾ തിരിച്ചു തോണ്ടിയാൽ നമ്മൾ അവരും തമ്മിൽ വ്യത്യാസമില്ലാതെ പോകും. ഇനി നോക്ക്, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ മകളുടെ പേരിൽ വ്യഭിചാരാരോപണം ഉന്നയിച്ച കൂട്ടത്തിൽ അദ്ദേഹത്തിന്റെ സംരക്ഷണത്തിൽ കഴിഞ്ഞ ഒരു മനുഷ്യനുണ്ടായിരുന്നു. അബൂബക്കർ സിദ്ദീഖ് പറഞ്ഞു, ഇനി ഞാനൊന്നും കൊടുക്കൂല. അപ്പൊ അള്ളാഹു ആയത്തിറക്കിയിട്ട് പറഞ്ഞു, അള്ളാഹ് നിങ്ങൾക്ക് പുറത്തു തരണം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ പുറത്തു കൊടുക്കണം. സത്യത്തിൽ ആലോചിച്ചു, ഇന്നത്തെ നാട്ടിലാണ് പറയും, എന്റെ മോളെ പേരിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലേ, എന്നാ ഓന് ചോറും കൊടുക്കരുത്, ഓനെ വീട്ടിൽ കിടത്തുകയും ചെയ്യരുത് എന്ന് നമ്മൾ പറയൂലേ. പക്ഷെ അള്ളാഹ് അറിയണം എന്താ അറിയോ? വീട്ടിൽ കിടത്തിയും വേണം, ചോറും കൊടുക്കണം. ഓൻ ഒക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളെ ഭാഗത്ത് വരാൻ പാടില്ല. അബൂബക്കറെ, നീ മുസ്ലിമാണ്. അതാണ് നമ്മൾ എപ്പോഴും മനസ്സിലാകുന്നത്. നമുക്ക് പീഡനമുണ്ട്, പ്രയാസമുണ്ട്, പക്ഷെ നമ്മുടെ ഭാഗം തെറ്റുപറ്റി നമുക്ക് പരലോകം നഷ്ടപ്പെട്ടുകൂടാ കേട്ടോ. ഇനി നോക്കൂ, 13 കൊല്ലം നബിക്ക് കിട്ടാത്ത ഫലം. അന്ന് എത്ര ആളുകൾ, ഞാൻ പറയട്ടെ നിങ്ങളോട്, 19 കൊല്ലം യുദ്ധടക്കം, 15 കൊല്ലം മദീനയിൽ, 2 കൊല്ലം കരാറിന്റെ കാലം, 4 കൊല്ലം യുദ്ധത്തിന്റെ കാലം. ഈ യുദ്ധം കഴിഞ്ഞ് 19 കൊല്ലം കൊണ്ട് നബിക്ക് കിട്ടിയ ആകെ അംഗങ്ങൾ എത്രയറിയങ്ങൾ? 3000-ഓളം. എത്ര? 3000-ഓളം. എന്നാൽ ഹുദൈബിയ സന്ധി നിലവിൽ വന്നപ്പോ എത്ര പേരെ കിട്ടി? 1 കൊല്ലം തികയുന്നതിന് പ്രിയപ്പെട്ടവരെ, ആ 3000 10,000-ആയി മാറി. ഒരു സ്ഥലത്ത് എന്നെ പറ്റി കേരളത്തിൽ മുഴുവനുള്ള ഒരു ആക്ഷേപം എന്തറിയോ? ഞാൻ ബദർ നബിക്ക് പറ്റിയ ഒരു തെറ്റായിപ്പോയി എന്ന് പറഞ്ഞു എന്നാണ് NDFR ഈ പറഞ്ഞ തേജസ്സിൽ എഴുതിയിട്ടുള്ളത്, പ്രചരിപ്പിക്കുന്നതും. നിങ്ങൾക്ക് സത്യമുണ്ടെങ്കിൽ, പടച്ചോനങ്ങൾ പേടിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തിരുത്തണം. ഞാൻ പല സ്ഥലത്തും ചോദിച്ചു, വെല്ലുവിളിയായി, ആ കേസറ്റ് എവിടെ? കൊണ്ടുവാ, ഹാജരാക്ക്, bring the evidence. എവിടോ നിങ്ങളുടെ കയ്യിൽ തെളിവ്? ഖുൽ ഹാതു ബുർഹാനകും ഇൻ കുൻതും സാദിഖീൻ. നിങ്ങൾ സത്യസന്ധന്മാരാണെങ്കിൽ നിങ്ങൾ തെളിവ് കൊണ്ടുവാ. ഞാൻ എവിടെ പ്രസംഗിച്ചു എന്ന് നിങ്ങൾ കേസറ്റ് കൊണ്ടുവാ. പിന്നെ എന്താ പ്രശ്നം? ബദറിനെ സംബന്ധിച്ച് അല്ലാഹു യൗമുൽ ഫുർഖാൻ എന്നാ പറഞ്ഞു. ഹുദൈബിയ സന്ധിയെ കുറിച്ച് അല്ലാഹ് എന്താ പറഞ്ഞതെന്നറിയോ? ഇന്നാ ഫതഹ്നാ ലക ഫതഹൻ മുബീനാ. അൻഫാൽ അല്ലാത്ത കുറച്ചുകൂടി അധ്യായമൊക്കെ ഖുർആനിലുണ്ട്. നിങ്ങൾക്ക് അറിയില്ല, ഞങ്ങൾ പറഞ്ഞുതരാം. ഒരു 114 അധ്യായം ഉണ്ട്. ഇനി അൻഫാലിലെ തന്നെ 60 കണ്ടിട്ടുണ്ട്, 59 കണ്ടിട്ടില്ല, 61 കണ്ടിട്ടില്ല. കാരണം 61 പറയുന്നത് എന്തറിയോ? ഇനി അവർ ചായ്വ് കാണിച്ചാൽ നിങ്ങൾ പഴയ അവസ്ഥയിലേക്ക് തിരിച്ചു പോകണമെന്ന. മാത്രമല്ല 60-ാമത്തെ ആയത്തിൽ എന്താ പറയുന്നത്? നിങ്ങൾ കഴിവിന്റെ പരമാവധി ശക്തി സംഭരിക്കുകയും കുതിരനൊരുക്കുകയും ചെയ്യണോ. അതിന്റെ അർത്ഥം തന്നെ എന്താ? അത് പറയുന്നത് വരെ അവർ കുതിരനെയും ശക്തിനെയും ഒന്നും സംഭരിച്ചിരുന്നില്ല. ഇപ്പൊ യുദ്ധമുഖത്താണ്, ഇപ്പൊ ആവശ്യമാണ് അത് ചെയ്യണം. തൊട്ടുതായ പറയണം എന്തറിയോ? ഇനി അവര് ചായ്വ് കാണിച്ച നിങ്ങൾ ചായ്വ് കാണിക്കണം, പഴയ അവസ്ഥയിലേക്ക് തിരിച്ചു പോകണോ. തൊട്ടുതായ 62 പിന്നെ പറയുന്നത് എന്തറിയോ? അങ്ങനെ നിങ്ങൾ ആയുധമൊക്കെ വെച്ച് കീഴടങ്ങി പഴയ അവസ്ഥയിലേക്ക് സമാധാനത്തിൽ പോവുകയും പെട്ടെന്ന് അവർ നിങ്ങൾ ആക്രമിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അല്ലാഹ് മതിയും. അത് പറഞ്ഞു കൊടുക്കൂല. ഏതെങ്കിലും ഒരു NDFR 62-ാമത്തെ ആയത്ത് ഓതി തന്നിട്ട് നിങ്ങൾക്ക് ഓന് തൊലിക്കെട്ടി കൂടുതലാണ്. മനസ്സിലായോ? അള്ളാന്റെ വചനം അപ്പുറവും ഇപ്പുറവും വായിച്ചെടുക്കാതെ, അപ്പുറവും ഇപ്പുറവും പറഞ്ഞെടുക്കാതെ, അല്ലേ? വൈലുലിൽ മുസല്ലീൻ എന്ന് പറഞ്ഞാൽ നമസ്കരിക്കുന്നവനാണ് നാശം. അങ്ങനെ ഒരു ആയത്തല്ലേ ഉസ്താദെ ഖുർആനിൽ ഉണ്ട്. അതിനപ്പുറവും ഇപ്പുറവും എന്ന് പറയുന്നത് ആയത്തല്ലേ എന്ന് ചോദിച്ചാൽ അതുപോലെ. അതുകൊണ്ട് ഇസ്ലാം പ്രവാചകൻ ഹുദൈബിയ സന്ധി നിലവിൽ വന്നപ്പോ എന്തുണ്ടായി? 7000 ആള് 1 കൊല്ലം അങ്ങോട്ട് തേയുമ്പോഴേക്ക് ഉണ്ടായി. അവസാനം മക്കം ഫത്ത് എത്തിയപ്പോ എത്രയുണ്ടായി? 1,00,000-ഓളം, 1,30,000, 1,40,000, 1,00,000-ഓളം. അങ്ങനെ 3 ചരിത്ര റിപ്പോർട്ടുകളാണ്. അത്ര ആളുകൾ. അതിന് കാരണം എന്താ? ഇഷ്ടംപോലെ മതം പറയാം, ആരോടും പറയാം, കൂടിച്ചേരാം, മതത്തിന്റെ അവകാശങ്ങൾ പറയാം. മക്കയിലോ മതം പറയാൻ പറ്റില്ല. പീഡനം, സ്റ്റേജ് കയ്യേറൽ, മറുപടി പ്രസംഗങ്ങൾ, ഖണ്ഡനങ്ങൾ, അടിത്തല്ല്. മദീനയിൽ ഇതൊന്നും ഉണ്ടായില്ല. സ്വസ്ഥത വന്നു. ഹുദൈബിയ സന്ധി വന്നപ്പോൾ ഇതൊക്കെ പറയാനുള്ള അവസ്ഥയായി. ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം ഇതിനനുയോജ്യമായ രാജ്യമാണ്. ഇനി നോക്ക്, ഈ കാര്യമാണ് നമ്മുടെ മനസ്സിൽ. ഞാൻ അവസാനിപ്പിക്കട്ടെ. അവസാനിപ്പിക്കുമ്പോൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, നമ്മളെ തീവ്രവാദികളും ഭീകരവാദികളുമാക്കി ചിത്രീകരിച്ചാൽ അത് ചെയ്യുന്നതിന്റെ പിന്നിൽ അവർക്കൊരു വികാരമുണ്ട്. അല്ലാഹുവിന്റെ ദീൻ അലദ്ദീനി കുല്ലിഹി, എല്ലാ ദർശനങ്ങളെയും അതിജയിക്കുന്ന ഒരു മതമാണ്. അത് ലോകത്ത് പ്രചരിപ്പിക്കപ്പെട്ടാൽ വേറെ ദർശനങ്ങൾക്ക് നിലനിൽക്കാൻ കഴിയില്ല. കാരണം ഇസ്ലാമിന്റെ സിദ്ധാന്തം പെൺകുട്ടികളെ കുഴിച്ചു മൂടരുത് എന്ന് പറയുന്ന ഖുർആൻ, എന്ന് പഠിപ്പിക്കുന്ന ഖുർആൻ, അതുപോലെ തന്നെ നിങ്ങൾ നിങ്ങളുടെ വലാ തഖ്തുലൂ ഔലാദക്കും ഖശ്യത ഇംലാഖ്,
ദാരിദ്ര്യഭയത്താൽ കുട്ടികളെ കൊല്ലരുത് എന്ന് പറയുന്ന ഖുർആൻ, അളവിലും തൂക്കത്തിലും കൃത്രിമം കാണിക്കരുത് എന്ന് പറയുന്ന ഖുർആൻ, അന്യായമായ ഒരു മനുഷ്യനെ കൊന്നാൽ ഫകഅന്നമാ ഖതലന്നാസ ജമീഅ, ലോകത്തുള്ള മുഴുവൻ മനുഷ്യനെയും കൊന്നവനെ പോലെയാണെന്ന് പറയുന്ന ഖുർആൻ, അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ വയറു നിറയെ ആഹാരം കഴിക്കരുത് എന്ന് പഠിപ്പിക്കുന്ന ഇസ്ലാം, തൊഴിലാളികളുടെ ശരീരത്തിൽ നിന്ന് വേർപ്പുവറ്റുന്നതിന് മുമ്പ് കൂലി കൊടുക്കണമെന്ന് പഠിപ്പിക്കുന്ന ഇസ്ലാം, ഈ ഇസ്ലാം നിലനിന്നാൽ നിങ്ങളുടെ സ്വത്ത് കൈകാര്യം ചെയ്യുമ്പോൾ അത് വിറ്റവനിൽ നിന്ന് തിരിച്ചു മേടിക്കൽ ഛർദ്ദിച്ചത് വാരി വിഴുങ്ങുന്നവനെ പോലെയാണെന്ന് പഠിപ്പിച്ച ഖുർആൻ, ഉമ്മയുടെ കാലിനടിയിൽ അല്ലെങ്കിൽ ഉമ്മയെയും മാതാപിതാക്കളെയും സ്നേഹിക്കുന്നതിലും അവരെ നോക്കുന്നതിലുമാണ് വിജയമെന്ന് പഠിപ്പിക്കുന്ന ഖുർആൻ. ഈ രംഗം, ഈ ആദർശം ഈ ലോകത്ത് നിലനിന്നാൽ, ഈ ലോകത്ത് പറഞ്ഞാൽ സ്ത്രീ സൗന്ദര്യം വിറ്റ് കാശുണ്ടാക്കുന്നവർക്കെതിരെ ഉന്നതമായ ദർശനം അവതരിപ്പിക്കുന്ന ഖുർആൻ. അതുപോലെ യാ അയ്യുഹല്ലദീന ആമനൂ ഇന്നമൽ ഖംറു വൽ മൈസിർ, സൂറത്ത് മാഇദയുടെ 90 മദ്യം നിരോധിച്ചിരിക്കുന്നു എന്നും എല്ലാവിധ ലഹരി പദാർത്ഥങ്ങളും നിങ്ങൾക്ക് നിരോധിച്ചു എന്നും പറയുന്ന ഇസ്ലാം, അതുപോലെ പലിശയും ചൂതാട്ടവും നിങ്ങൾ ഹറാമാണെന്ന് പഠിപ്പിക്കുന്ന ഇസ്ലാം ലോകത്ത് നിലനിന്നാൽ പാശ്ചാത്യ സമൂഹത്തിന്റെ ഉപഭോഗപരതയും അവരുടെ പ്രബദ്ധതയും ഭൗതികമായ ആർത്തിയും ലോകത്തിന്റെ മുമ്പിൽ പുതിയ ബിസിനസ്സുമായി കടന്നു വരാൻ കഴിയില്ല. അതുകൊണ്ട് ഇസ്ലാമിനെ ഭീകരവാദമായി ചിത്രീകരിക്കേണ്ട ബാധ്യത അവർക്കുണ്ട്. സഹോദരങ്ങളെ, സാൽവേഷൻ നമ്മുടെ മുമ്പിൽ ഒരു ചോദ്യചിഹ്നമായി നിൽക്കുന്നു. എനിക്കിവിടെ ഇരിക്കുന്ന മുജാഹിദുകളോട്, നിങ്ങളുടെ വരുമാനത്തിൽ നിന്ന് പ്രാർത്ഥന വളരെ പ്രധാനമാണ്. മനസ്സുരുകിയുള്ള പ്രാർത്ഥനയും അംഗീകാരവും നടന്നു പോകട്ടെ എന്ന പ്രാർത്ഥനയും എല്ലാ ആളുകളും ഇതിന് സഹകരിക്കട്ടെ എന്ന പ്രാർത്ഥന, അതാണ് വളരെ പ്രധാനം. അതോടൊപ്പം പ്രിയപ്പെട്ടവരെ, സഹോദരെ, 100 ദീനാറ് കിട്ടുന്നവർ 80 ദീനാറ് കൊടുക്കുമെന്ന് തീരുമാനിച്ചാൽ, ഇല്ല പ്രിയപ്പെട്ടവരെ, ഈ ബഹ്റൈനിലെ ഓരോ മുജാഹിദും 50 ദീനാറ് ഈ മാസം ഞാൻ മാറ്റിവെച്ചാൽ എന്റെ ജീവിതത്തിൽ നഷ്ടമാകില്ല എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഈ സമ്മേളനം വമ്പിച്ച വിജയമായി, ഈ സമ്മേളനം മഹത്തായ വിജയമായി. റസൂലിന്റെ മുമ്പിൽ അബൂബക്കർ സിദ്ദീഖ് സ്വത്ത് മുഴുവനും കൊണ്ടുവന്ന് സമർപ്പിച്ചപ്പോ റസൂൽ ചോദിച്ചു, അബൂബക്കറെ, കുടുംബത്തിന് എന്ത് ബാക്കി വെച്ചു അബൂബക്കറെ? അല്ലാഹു റസൂലുഹു, അല്ലാഹു റസൂലുമുണ്ട് എനിക്ക് ബാക്കി. വമാ മിൻ ദാബത്തിൻ ഫിൽ അർളി ഇല്ലാ അലല്ലാഹി റിസ്ഖുഹാ വയഅലമു മുസ്തഖറഹാ മുസ്തൗദഹാ കുല്ലും ഫീ കിതാബിൻ മുബീൻ. ഈ ഭൂമിയിൽ ജനിച്ചു വളരുന്ന എല്ലാ വായുള്ള ജീവവർഗങ്ങൾക്കും അല്ലാഹുവിന്റെ ഉപജീവനമുണ്ട്, ഭയപ്പെടേണ്ടതില്ല. 3 മാസം ശഅബ് അബീ താലിബ് മലയിൽ പട്ടിണി കിടന്ന നബി നമുക്ക് മാതൃകയാണ്, ഭക്ഷണം കഴിക്കാത്ത നബി നമുക്ക് മാതൃകയാണ്, യഹൂദന്റെ വീട്ടിൽ പണയം വെച്ച നബി നമുക്ക് മാതൃകയാണ്. തിന്നാതെ കുടിക്കാതെ പട്ടിണി കിടക്കേണ്ടി വന്നാലും ഈ ഒരു മാസത്തെ ശമ്പളം ഈ കാര്യത്തിന് മാറ്റിവെച്ചാൽ പ്രിയപ്പെട്ടവരെ, ഇത് മഹത്തായ വിജയമായി. ഇതൊരിക്കലും നഷ്ടമല്ല, ഇത് ലാഭമാണ്, ഇത് നിങ്ങളുടെ മെച്ചമാണ്. ഞങ്ങൾ വന്നിരിക്കുന്നത് നിങ്ങളുടെ പുണ്യത്തിനാണ്. ഞങ്ങൾ നിങ്ങളോട് ചോദിച്ചു നിങ്ങൾ കൊടുത്താൽ നിങ്ങൾക്ക് പുണ്യമാണ്. അതുകൊണ്ട് വിജ്ഞാനവും മനുഷ്യന്റെ ബ്രെയിനും കത്തെഴുതാനുള്ള കഴിവും ഇന്റർനെറ്റിലൂടെയുള്ള കഴിവും കമ്പ്യൂട്ടറിലുള്ള കഴിവും എഴുതാനും എഴുതിപ്പിക്കാനുമുള്ള കഴിവും സംഘടനാ വൈഭവവും അൽ ഫുർഖാൻ സെന്ററിൽ ഒന്നിച്ചു നിന്ന് പ്രവർത്തിക്കുക. അല്ലെങ്കിൽ അള്ളാഹു മറ്റൊരു വിഭാഗത്തെ കൊണ്ടുവരും, അവർ അള്ളാഹുവിനെ പേടിക്കുകയും വേറൊരാളെയും പേടിക്കാത്തവരാകും. നമ്മൾ ആരെയും പ്രസിഡന്റും സെക്രട്ടറി സ്ഥാനവും ഇരുന്നാൽ അത് സ്വർഗം കിട്ടാനുള്ള മാർഗമാണെന്ന് നമ്മൾ വിചാരിക്കരുത്. മറിച്ച് ഉത്തരവാദിത്വം കൂടുകയാണ്, ഡ്യൂട്ടി കൂടുകയാണ്, ബാധ്യത കൂടുകയാണ്. ആ ബാധ്യത അനുസരിച്ച് പ്രവർത്തിക്കാനും ഈ മഹത്തായ സംഗമത്തെ അള്ളാഹുവിന്റെ അക്കൗണ്ടിൽ ഒരു പുണ്യകരമായി അള്ളാഹു സുബ്ഹാനഹു വ തആല മാറ്റി തരുമാറാകട്ടെ. ഈ മഹത്തായ സംഗമം ഒരു വലിയ വിജയമായി സമൂഹത്തിന് സമാധാനമുണ്ടാകുന്ന, ശാന്തിയുണ്ടാകുന്ന, മഹത്തായ വിജയമുണ്ടാകുന്ന ഒന്നായി അള്ളാഹു സുബ്ഹാനഹു വ തആല തീർത്തു തരുമാറാകട്ടെ. എല്ലാവിധ തിന്മകളിൽ നിന്നും അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ന്യൂനപക്ഷ തീവ്രവാദങ്ങളിൽ നിന്നും ഭൂരിപക്ഷ തീവ്രവാദങ്ങളിൽ നിന്നും അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമ്മളുടെ സമ്പത്ത് വലിയൊരു തുക ഈ മാർഗത്തിൽ സമർപ്പിക്കുകയും അതുവഴി ആളുകൾ ഇസ്ലാമിലേക്ക് വരാൻ അത് പ്രചോദനമാകുന്നുവെങ്കിൽ സ്വർഗം ലഭിക്കാനുള്ള വലിയ കാരണമാണ്. അത്തരം പ്രവർത്തനത്തിൽ വ്യാപൃതരാകുന്ന മുത്തഖീങ്ങളിൽ അള്ളാഹു നമ്മെ ഇവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. നമ്മുടെ സമ്പത്ത് ശുദ്ധീകരിക്കുകയും നമ്മുടെ മനസ്സ് ശുദ്ധീകരിക്കുകയും നമ്മുടെ കുടുംബത്തെ നരകാഗ്നി രക്ഷപ്പെടുത്തുകയും ചെയ്യുന്ന പ്രവർത്തനത്തിൽ ഏർപ്പെടാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. റബ്ബനാ
هب لنا من ازواجنا وذرياتنا قرة اعين واجعلنا للمتقين اماما ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار اللهم يا مقلب القلوب ثبت قلوبنا على دينك ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين برحمتك يا أرحم الراحمين السلام عليكم ورحمة الله وبركاته.